Hello guys, welcome to Educate Me. This is your teacher Abil Moffat. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ന്യൂ ചാപ്റ്റർ ആണ് പഠിക്കാൻ പോകുന്നത്. ചാപ്റ്ററിന്റെ പേരാണ് കൺസൈൻമെന്റ്. അപ്പോൾ നമ്മൾ പ്രീവിയസ് ചാപ്റ്ററിൽ നമ്മൾ ബിൽ ഓഫ് എക്സ്ചേഞ്ച് പഠിച്ചു, അക്കോമഡേഷൻ ബില്ല് പഠിച്ചു, നമ്മൾ ഡിഫറെൻറ്റ് കേസസ് പഠിച്ചു. ഓൾമോസ്റ്റ് 3 വീഡിയോസ് നമ്മളത് ബിൽ ഓഫ് എക്സ്ചേഞ്ച് റിലേറ്റഡ് ആയി. സോ ടുഡേ വി ആർ ഗോണ ഹാവ് എ ന്യൂ ചാപ്റ്റർ കോൾഡ് കൺസൈൻമെന്റ്. അപ്പോൾ ഈ കൺസൈൻമെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദി ഇന്റർമീഡിയറ്റ് സ്റ്റുഡൻസ് ആൻഡ് കാർ ആൻഡ് ഫൗണ്ടേഷൻ ആസ് വെൽ. സർട്ടൺ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അല്ലാത്ത സർട്ടൺ അതർ ഡിഗ്രീസിനും ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സോ കൺസൈൻമെന്റ് അത്യാവശ്യം നമുക്ക് കുറച്ചൊരു ലോജിക്കലാണ്. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബേസിക്സ് അറിയുന്ന ആളുകൾക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറിയാമെന്നുണ്ടെങ്കിൽ കൺസൈൻമെന്റും സിമ്പിളായിട്ട് അറിയാം. പക്ഷേ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ അത്രയും വൈഡും ഡെപ്തും ഒന്നുമില്ല. ഇറ്റ്സ് വെരി സിമ്പിൾ. ഇത് വൺ ഓഫ് ദി വെരി സിംപ്ലസ്റ്റ് ചാപ്റ്റർ ആണ്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ പഠിച്ചെടുക്കാം, ഹൈ മാർക്സ് വാങ്ങാൻ പറ്റിയൊരു ചാപ്റ്ററാണ് കൺസൈൻമെന്റ്. അപ്പോൾ എന്താണ് കേസ് എന്നുള്ളത് നമുക്ക് ഫർദർ ആയിട്ട് എക്സാമ്പിൾസ് വെച്ച് പ്രീവിയസ് ചാപ്റ്റേഴ്സിൽ നമ്മൾ പഠിച്ചു വന്ന പോലെ തന്നെ ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ് ഫസ്റ്റ്, എന്നിട്ട് നമുക്ക് അതിൻ്റെ അക്കൗണ്ടിങ്ങിലേക്ക് കടക്കാം. സോ ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് കൺസൈൻമെന്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ കൺസൈൻമെന്റ് എന്താണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് പിക്ചേഴ്സ് നമ്മുടെ പ്രീവിയസ് ആയി നമ്മൾ പഠിച്ച പോലെ തന്നെ ലെറ്റ്സ് ഗോ ഇൻടു ദ പിക്ചേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഒരാളെ, യു ക്യാൻ സീ ദാറ്റ് പേഴ്സൺ ദേ. യാ റൈറ്റ്, ഹി ഈസ് ദ പേഴ്സൺ. So he is a very good businessman. Imagine he is a very good businessman. അപ്പോൾ അത്യാവശ്യം സെയിൽസ് ഒക്കെ ഉള്ള ആളാണ് ഇയാൾ ആക്ച്വലി. സോ ഹി വോണ്ട്സ് ടു എക്സ്പാൻഷൻ ഇയാൾക്ക് വളരെ താല്പര്യമുണ്ട്. സോ ഇയാൾക്ക് ആകെ ഇപ്പോൾ ഉള്ളത്, യു ക്യാൻ സീ ദ പ്രൊഡക്ഷൻ ഹൗസ്. ഹി ഹാസ് വൺ പ്രൊഡക്ഷൻ ഹൗസ് ആൻഡ് ദാറ്റ് പ്രൊഡക്ഷൻ ഹൗസ് ഇറ്റ്സ് ഇൻ ഡൽഹി. ഓക്കെ, ഡൽഹിയിലാണ് ഇയാളുടെ പ്രൊഡക്ഷൻ ഹൗസ്. ഹി ഈസ് പ്രൊഡ്യൂസിങ് ദ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് സെല് ചെയ്യുന്ന ആളാണ്. ഒൺലി ഇൻ ഡൽഹി. അപ്പം ഡൽഹിയിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഹി ഈസ് സെല്ലിങ് റൈറ്റ് നൗ. സോ ഇയാൾക്ക് എക്സ്പാൻഡ് ചെയ്യണം. ഡൽഹിയിൽ മാത്രമല്ല, എവിടെയൊക്കെ തിങ്സ് ഉണ്ടല്ലോ. അപ്പം ഈ ഓഫീസ് കാണുന്നത് ഇറ്റ്സ് എ ഫ്രണ്ട് ഓഫീസ്. അതിൻ്റെ ബാക്കിലാണ് ആക്ച്വലി പ്രൊഡക്ഷൻ യൂണിറ്റ് ഉള്ളത്. സോ ഇയാൾക്ക് വിചാരിച്ചു, സോ ഹി തോട്ട് ലെറ്റ്സ് എക്സ്പാൻഡ് മൈ സെല്ലിങ്. അപ്പോൾ ഇവിടെ നിന്ന് ഉണ്ടാക്കാൻ ഇഷ്ടം പോലെ സ്ഥലത്തേക്ക് വിടാം. പക്ഷേ ഇയാൾക്ക് പുറത്തുള്ള സ്ഥലങ്ങളൊന്നും പോയിട്ട് എന്ത് ചെയ്യാൻ താല്പര്യമില്ല. അവിടെ പോയി നിന്ന് അതിനുള്ള ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ ഇയാളുടെ കയ്യിലില്ല. ആൻഡ് ഓൾസോ ഹി ഡസൻ നോ ദ ലാംഗ്വേജസ്, അതർ ലാംഗ്വേജസും തിങ്സും ഒന്നും അറിയില്ല. ആൻഡ് നോർത്ത് ഇന്ത്യ എന്ന് പറയുന്നതിൽ അത്യാവശ്യം ഡൽഹിയിലാണ് അത്യാവശ്യം തിങ്സ് ഉള്ളത്. സോ ദാറ്റ് കൈൻഡ് ഓഫ് എ ഗുഡ് ആണിത്. I'll say what is it. He thought, let's move to Kerala. Okay, so we can see, so in fact you can see Kerala there. Okay, so Kerala, നമ്മുടെ ആ ഗ്രീൻ കളർ കാണുമ്പോൾ തന്നെ എവ്രിബഡി നോസ് ഗോഡ്സ് ഓൺ കൺട്രി എന്ന പേരുള്ള കേരള. ആൻഡ് ഇറ്റ് ഫീൽസ് സോ ഗുഡ്. അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ട്. സോ ഇയാൾ എന്ത് ചെയ്തു വെച്ചാൽ കേരളയിലേക്ക് സെൽ ചെയ്യണം. എന്തുകൊണ്ടാണ് കാരണം? കേരള ഈസ് ആക്ച്വലി എ കൺസ്യൂമർ സ്റ്റേറ്റ്. അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജും മേ ബി അഡ്വാൻറ്റേജ് ആയിരിക്കും, ഡിസഡ്വാൻറ്റേജ് ആണ് കൂടുതലായിട്ട്. വി ആർ എ കൺസ്യൂമർ സ്റ്റേറ്റ് അല്ലേ, നമ്മളൊരു കൺസ്യൂമർ. കേരള, വി മീൻസ് ദ കേരള. ഞാൻ മലയാളിയാണ്, സോ ഐ എം സെയിങ് അബൌട്ട് കേരള, ദാറ്റ്സ് വൈ ഐ സെഡ് വി. അപ്പോൾ കേരള എന്ന് പറയുന്ന കൺസ്യൂമർ സ്റ്റേറ്റ്. ഈവൻ നമ്മൾ കഴിക്കുന്ന ഫുഡ്, ചോറ് എന്ന് പറയുന്നതാണ് നമ്മുടെ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ റൈസ് പോലും നമ്മളിവിടെ അധികം ഉണ്ടാക്കുന്നൊന്നുമില്ല, പുറത്തുനിന്നാണ് നമ്മൾ ആശ്രയിച്ച് ജീവിക്കുന്നത്. ദ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ ഓഫ് കോഴ്സ് ഫ്രം തമിഴ്നാട്, കർണാടക, മഹാരാഷ്ട്ര, എവിടെ നിന്നാണോ അതർ പ്ലേസസ് നിന്നാണ് വരുന്നത്. ഇതുപോലെ പല തിങ്സും കേരള സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന വളരെ കുറച്ച് തിങ്സ് ഉള്ളൂ. സോ ദാറ്റ് ഡസൻറ്റ് മീൻ നമ്മൾ ലോക്കലാണ് ഇതൊന്നുമില്ല. വി ഹാവ് ഹൈ ലിറ്ററസി റേറ്റ്, നമ്മുടെ തിങ്സ് ഒക്കെ ഓക്കെയാണ്, വി ഹാവ് ഗുഡ് യൂണിറ്റി മഷാല. സോ അതൊക്കെ ഉണ്ട്, നമുക്ക് എല്ലാവിധ തിങ്സും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദ വി ആർ കൺസ്യൂമർ സ്റ്റേറ്റ്. പെട്ടെന്ന് നമുക്ക് എല്ലാ സ്ഥലത്തുനിന്നും വരുന്ന ആളുകൾ ഓർ ഗുഡ്സ് നമുക്ക് സ്റ്റോപ്പ് ചെയ്ത് പോയാൽ, സർവീസസ് സ്റ്റോപ്പ് ചെയ്ത് പോയാൽ കേരളം ടു സം എക്സ്റ്റെൻറ്റ് കുടുങ്ങും. സോ ഇയാൾ വിചാരിച്ചു കേരള ഇസ് എ വെരി ഗുഡ് കൺസ്യൂമർ സ്റ്റേറ്റ്, അതുകൊണ്ട് ലെറ്റ്സ് മൂവ് മൈ സെയിൽസ് ടു കേരള. സോ ഹി റീച്ച് കേരള. ബട്ട് ഇയാൾക്ക് നേരിട്ട് അവിടെ പോയി സെല്ല് ചെയ്യാനൊന്നും പറ്റില്ല. സോ ഹി തോട്ട് ഓഫ് ഹാവിങ് ആൻ ഏജൻറ്റ്. ഓക്കെ, സോ ഹി വാണ്ട്സ് ആൻ ഏജൻറ്റ് ടു സെൽ ദ ഗുഡ്സ്. അപ്പോൾ ഇയാളൊരു ഏജൻറ്റിനെ കണ്ടിട്ട്, യു ക്യാൻ സീ ആൻ ഏജൻറ്റ്. ഹീസ് എ യങ് ഏജൻറ്റ് ആസ് വെൽ. സോ യങ് ഏജൻ്റ് ആണ്. ദിസ് ഇസ് ദി ഏജൻറ്റ്. ഓക്കെ, ഏജൻറ്റ് ഉണ്ട്. ആൻഡ് മലയാളീസ്, നമ്മൾ അധികം മലയാളീസിന് മുണ്ടാണ് കൊടുക്കുക. സോ യു ഹാവ് മുണ്ടുടുത്തൊരു ഏജൻറ്റ്. ആൻഡ് നമ്മൾ ഒരു ട്രേഡ് മാർക്കാണ് ആക്ച്വലി മുണ്ടുടുക്കുക എന്ന് പറഞ്ഞാൽ. ആൻഡ് തമിഴ്നാട് ഓൾസോ അവർക്കും മുണ്ടുണ്ട്. ആൻഡ് നമ്മുടെ മുണ്ടിൻ്റെ കഥ പറയുകയാണെങ്കിൽ ആക്ച്വലി പ്രേമം എന്ന് പറയുന്ന മൂവി എല്ലാവരും കണ്ട മൂവി ആയിരിക്കും. ഒരൊറ്റ മൂവി കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ സ്കൂൾസും കോളേജസിലൊക്കെ ഫുൾ മുണ്ടുടുക്കുന്ന ഒരു ഫാഷൻ ദോസ് ടൈമിൽ ഉണ്ടായിരുന്നു. ഈവൻ ഗേൾസ് പോലെ, ആക്ച്വലി ഗേൾസ് യൂഷ്വലി മുണ്ടുടുക്കാത്ത ആളുകൾ. ബട്ട് ആ ഫിലിമിൻ്റെ ഒരു ഇമ്പാക്റ്റ് എല്ലാവരും മുണ്ടുടുക്കുന്നവർ. പിന്നെ ഓണം, വിഷു തിങ്സ് ഒക്കെ എല്ലാവരും എന്തായാലും മുണ്ട് തന്നെ എപ്പോഴും എടുക്കാറ്. സോ ദ ഏജൻറ്റ് വിത്ത് ദ മുണ്ടു, ഹീസ് വെരി ക്യൂട്ട് ആക്ച്വലി. അപ്പോൾ ഇതാണ് നമ്മുടെ ഏജൻറ്റ്. അപ്പോൾ ഇയാൾ എന്താ ചെയ്തത് വെച്ചാൽ ഒരു ഏജൻറ്റിനെ കണ്ടുപിടിച്ചു. സോ ഹി ഫൗണ്ട് എ വെരി ഗുഡ് ഏജൻറ്റ്. ഓക്കെ, നൗ വാട്ട് ഹാപ്പൻ?
ഇയാൾ ഓക്കെ കൈ കൊടുക്കുന്ന കണ്ടല്ലോ. ഫസ്റ്റ് പിക്ചർ വാസ് ഓൾസോ ഷേക്കിംഗ് ഹാൻഡ്സ് ആയിരുന്നു. സോ കൈ കൊടുത്തു, ഇവർ ജോയിൻ്റ് ആയി. സോ ദിസ് ഇസ് ദി ഏജൻറ്റ് ആൻഡ് ദിസ് ഇസ് ദി ഓണർ. Now what is the process? ഞാൻ പ്രോസസ് ആണ് പറയാൻ പോകുന്നത്. Now we have an owner who sells the goods. Other person is agent who is in Kerala. Owner is in Delhi. Now owner എന്ത് ചെയ്തു വെച്ചാൽ owner will send the goods. Okay. Goods ആർക്ക് അയച്ചു കൊടുക്കും? നേരെ it goes to the agent. ഏജന്റിന് ഗുഡ്സ് അയച്ചു കൊടുക്കും. ഓക്കെ, ഏജന്റിന് എന്താ ഗുഡ്സ് അയക്കുന്നത്? ഓണർക്ക് നേരിട്ടിട്ട് എല്ലാ സ്ഥലത്തും എത്തുന്നതിന് പകരം ഓണർ ഡയറക്റ്റ് ഡൽഹിയിൽ നിന്ന് കേരളയിലേക്ക് എന്ത് അയച്ചു കൊടുത്തു? ഗുഡ്സ് അയച്ചു കൊടുത്തു. ഓക്കെ, സോ ആൻഡ് ഓൾസോ ഇയാളിങ്ങനെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഏജന്റിന് എപ്പോഴും നമ്മൾ എന്താ കൊടുക്കേണ്ടത്? ഏജൻസിക്കാർക്ക് അധികം ഇറ്റ്സ് കമ്മീഷൻ. അവർക്ക് കമ്മീഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്. സോ ഏജന്റിന് എന്തും കൊടുക്കണം, കമ്മീഷൻ കൊടുക്കണം. കമ്മീഷൻ മാത്രമല്ല, ഏജന്റിന് എന്തെങ്കിലും എക്സ്പെൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും ബെയർ ചെയ്യണം. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ വെറും കമ്മീഷൻ എഴുതാതെ ഇറ്റ്സ് മണി, പൈസ കൊടുക്കണം. ആർക്ക് കൊടുക്കണം? ഏജന്റിന് ഓണർ എന്തൊക്കെ കൊടുക്കണം? ഇത് ചെയ്യുന്നതിനുള്ള കമ്മീഷനും ഇത് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും എക്സ്പെൻസ് വന്നിട്ട്, ഫോർ എക്സാമ്പിൾ ഏജന്റിന് ആരെങ്കിലും ഒരാളെ വെച്ചിട്ടുണ്ട് റെന്റ്, അയാളൊരു സ്ഥലം ഏറ്റെടുത്തിട്ട് അവിടെ കൊണ്ടുപോയി ഗുഡ്സ് വെക്കണം, അതിൻ്റെ റെന്റ് കൊടുക്കണം, സാലറി ഉണ്ടാവും. ഇനി അഡ്വർടൈസ്മെന്റ്, ഈ പ്രോഡക്റ്റ് മേലോട്ട് കൊണ്ടുവരാൻ വേണ്ടി വല്ല അഡ്വർടൈസ്മെന്റ് ഏജന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്യാഷും ആര് കൊടുക്കണം? ഓണർ കൊടുക്കണം. സോ ഓണർ ഗുഡ്സും സെൻഡ് ചെയ്യും, ആവശ്യമുള്ള എന്തും അയച്ചു കൊടുക്കും. ഹിൽ ഐദർ സെൻഡ് ദ ക്യാഷ്, അല്ലെങ്കിൽ ഏജന്റ് എന്ത് ചെയ്യാൻ പറ്റും? സെയിൽ ചെയ്യും. അത് ഞാൻ റെസ്റ്റ് പറഞ്ഞിട്ട് ഇപ്പോഴത്തെ ഫസ്റ്റ് ഹൗസ് എന്താ? ഗുഡ്സ് സെൻഡ് ചെയ്യും ആൻഡ് ഓൾസോ റിക്വയർഡ് ക്യാഷ് വേണമെങ്കിൽ അത് അയച്ചു കൊടുക്കും. ഓക്കെ, നൗ വാട്ട് ഇസ് ദി ഏജന്റ്? ഓക്കെ, ഏജന്റ് നേരെ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഹീ ഷുഡ് സെൽ ദ ഗുഡ്സ്. ഏജന്റ് വിൽ സെൽ ദ ഗുഡ്സ്. ഏജന്റ് ഈ ഗുഡ്സ് സെൽ ചെയ്ത് നേരെ എന്ത് ചെയ്യും? ഏജന്റ് ആ ക്യാഷ് ഹിൽ സെൻഡ് ദ ക്യാഷ് ടു ദി ഓണർ. ഓക്കെ, ഫസ്റ്റ് കേസ് നമ്മൾ എന്താ പറഞ്ഞാൽ ആവശ്യമുള്ള ക്യാഷ് ഓണർ അയച്ചു കൊടുക്കുന്നതായിരുന്നു. നൗ ദ മെയിൻ കേസ് ആൻഡ് യൂഷ്വലി നടക്കുന്ന കേസ് എന്ന് വെച്ചാൽ സെല്ല് ചെയ്യും, ഏജന്റ് ഗുഡ്സ് സെല്ല് ചെയ്യും, എന്നിട്ട് അയാളുടെ എക്സ്പെൻസും കമ്മീഷനും അയാൾ കീപ്പ് ചെയ്യും. എന്നിട്ട് ബാക്കി വരുന്ന ക്യാഷ് മാത്രമേ ആർക്ക് കൊടുക്കുകയുള്ളൂ? ഓണർക്ക് കൊടുക്കുകയുള്ളൂ. ഓക്കെ, നമ്മളിപ്പോൾ ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം ഏൽപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിലവും കമ്മീഷനൊക്കെ നമ്മൾ എടുത്തിട്ട് ബാക്കി അയക്ക് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഏജന്റ് എന്താ ചെയ്യുന്നത്? ഗുഡ്സ് കംപ്ലീറ്റ് ആയിട്ട് സെല്ല് ചെയ്യും, അപ്പോൾ ക്യാഷ് കിട്ടും. ഈ ക്യാഷിൽ നിന്ന് ഇയാൾക്ക് വന്ന് ഏജന്റ് ബെയർ ചെയ്ത എക്സ്പെൻസസ് ഫുള്ള് മാറ്റി വെക്കും, എന്നിട്ട് ബാക്കി ക്യാഷ് ആർക്ക് അയച്ചു കൊടുക്കും? ഓണർക്ക് അയച്ചു കൊടുക്കും. ദിസ് ഇസ് കോൾഡ് കൺസൈൻമെന്റ്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? കൺസൈൻമെന്റ്. ഒരു ബേസിക് പ്രോസസ് ഓഫ് കൺസൈൻമെന്റ്. ചുരുക്കി പറഞ്ഞാൽ എന്താ? പ്രിൻസിപ്പൽ ആൻഡ് ഏജന്റ് എന്ന് പറഞ്ഞ പോലെയാണ്. ഏജന്റിന് വെക്കുക, ഗുഡ്സ് സെല് ചെയ്യുക. ദാറ്റ്സ് വാട്ട് ദ കൺസൈൻമെന്റ്. ബേസിക് തിങ് അബൌട്ട് ദ കൺസൈൻമെന്റ്. ഓക്കെ, നമുക്കൊന്നും കൂടെ ഇനി ഫർദർ ആയിട്ട് പോയി. ഓക്കെ, അപ്പോൾ നമ്മൾ കൺസൈൻമെന്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇറ്റ് ഇസ് കൺസൈൻമെന്റ്. നമ്മൾ എന്താ കൺസൈൻമെന്റിലൊക്കെ ആയി കഴിഞ്ഞു. ഓക്കെ, നൗ ഓൺവേർഡ്സ്, ഫ്രം നൗ ഓൺവേർഡ്സ് ഓണറിനെ നമ്മൾ വിളിക്കാൻ പോകുന്നതാണ് കൺസൈനർ. ഓക്കെ, the owner is called the consignor and the other person or the agent is called the consignee. നമ്മൾ bill of exchange പഠിച്ചപ്പോൾ നമ്മൾ എന്താ പഠിച്ചത്? ഓണർ, ഡ്രോവർ ആൻഡ് ദി അതർ പേഴ്സൺ വാസ് ഡ്രോയി. ഓക്കെ, ഓണർ, ഡ്രോവർ, സോറി. അപ്പോൾ ഇവിടെ എന്താ? കൺസൈൻമെന്റ് ആണ്. കൺസൈൻമെന്റിൽ എന്തായിരിക്കും? കൺസൈനർ ആൻഡ് ദി അതർ പേഴ്സൺ ഹു ഈസ് ഏജന്റ് ഇസ് കോൾഡ് ദ കൺസൈനി. നർ ആൻഡ് നീ. ഓക്കെ, അപ്പോൾ കൺസൈനറും കൺസൈനും. ഇനി മുതൽ അങ്ങോട്ട് നമ്മുടെ എല്ലാ ട്രാൻസാക്ഷനും ഇൻ കൺസൈൻമെന്റിൽ നമ്മൾ കൺസൈനർ ആൻഡ് കൺസൈനി എന്നേ പറയുള്ളൂ. നോ ഓണർ, നോ ഏജന്റ്. ഇറ്റ്സ് ദ കൺസൈനർ ആൻഡ് ദ കൺസൈനി. അപ്പോൾ നമുക്ക് നോക്കാം വാട്ട് ഹാപ്പൻ. അപ്പോൾ ഇവിടെ നോക്കാം കൺസൈനി. വാട്ട് ഡസ് ദ കൺസൈനി ഡു? കൺസൈനി എന്തായിരുന്നു ചെയ്യുക? നോർമലായിട്ട് സെൽ ചെയ്യുക, ക്യാഷ് അയച്ചു കൊടുക്കലായിരുന്നു. നൗ കൺസൈനി വിൽ പ്രിപ്പയർ എ തിങ് കോൾഡ് അക്കൗണ്ട് സെയിൽസ്. He'll prepare something called account sales. Account sales. So what is account sales? That's a document. Catalyst students or foundation students മനസ്സിലാക്കി വെക്കുക. 1 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് what is account sales. So what is basically account sale? It's a document prepared by whom? Prepared by the consignee. Okay, consignee. എന്നിട്ട് ഈ consignee എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇത് നേരെ ആർക്ക് സെൻഡ് ചെയ്യും? He'll send it to the consignor. So consignee prepares a document and he will send it to the consignor. ഈ ഡോക്യുമെന്റിന്റെ പേരാണ് അക്കൗണ്ട് സെയിൽസ്. സോ വാട്ട് ഡസ് ഇറ്റ് കണ്ടെയ്ൻ? എന്താണ് ബേസിക്കലി ഉള്ളത് നോക്കാം നമുക്ക്. ദ ഡോക്യുമെന്റ് കണ്ടെയ്ൻസ്, ഓക്കെ, ഡോക്യുമെന്റ് കണ്ടെയ്ൻസ് സെയിൽസ്. സെയിൽസ് മീൻസ് ഡീറ്റെയിൽസ് ഓഫ് സെയിൽസ്. എത്ര സെൽ ചെയ്തു, ക്യാഷ് എത്ര, ക്രെഡിറ്റ് എത്ര, എക്സ്പെൻസസ്, എത്ര എക്സ്പെൻസ് ഈ കൺസൈൻമെന്റ് ബെയർ ചെയ്യേണ്ടി വന്നു, കമ്മീഷൻ, ആരുടെ കമ്മീഷൻ? കമ്മീഷൻ ഓഫ് ദി കൺസൈനി. എനി അഡ്വാൻസസ്, എന്തെങ്കിലും അഡ്വാൻസ് കൺസൈനർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ കൺസൈനർ ഗുഡ്സ്
നമുക്ക് സെൻഡ് ചെയ്യുക ഓർ കൺസൈനിക്ക് സെൻഡ് ചെയ്ത് തന്നാൽ കൺസൈനിൻ്റെ അടുത്ത് അത്രയും ഗുഡ്സ് കിട്ടിയിട്ടുണ്ട്. കൺസൈനി ചിലപ്പോൾ എന്തെന്ന് വെച്ചാൽ കുറച്ച് അഡ്വാൻസ് കൊടുക്കും. കാരണം അത്രയും വാല്യൂ ഉള്ള ഗുഡ്സാണ് കയ്യിലുള്ളത്, കുറച്ച് അഡ്വാൻസ് കൊടുക്കും. എന്തെങ്കിലും അഡ്വാൻസ് ഓൾറെഡി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും എന്തിലുണ്ടാവും, ഈ അക്കൗണ്ട് സെയിൽസിലുണ്ടാവും. ഓൾസോ ഡിസ്ട്രക്ഷൻ, ഗുഡ്സും കൂടെ സെൻഡ് ചെയ്യുമ്പം മെനി ഡിസ്ട്രക്ഷൻ ക്യാൻ ബി കോസ്റ്റ്. എന്തൊക്കെ തരാമെന്ന് വെച്ചാൽ മേ ബി ആരെങ്കിലും കട്ടുകൊണ്ടാവും, അല്ലെങ്കിൽ കത്തിപ്പോവും, തെഫ്റ്റ്, എന്തെങ്കിലും അബ്നോർമൽ ലോസ് ഉണ്ടാവും അല്ലേ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ആ അക്കൗണ്ട് സെയിലിൽ എന്തായിരിക്കണം, ഡോക്യുമെൻ്റ് ആക്കി വെക്കണം. യൂഷ്വലായിട്ട് അക്കൗണ്ട് സെയിലിൽ എന്തൊക്കെ ഉണ്ടാവും, നമുക്ക് സെയിൽസ് ഉണ്ടാവും, എക്സ്പെൻസസ് ഉണ്ടാവും, കമ്മീഷൻ, എനി അഡ്വാൻസസ് ഓർ ഡിസ്ട്രക്ഷൻ കോസ്റ്റ് ടു ദ ഗുഡ്സ് ഇൻ കൺസൈൻമെൻറ്റ്. സോ basically what is account sale? It's a document created by the consignee and it will be sent to consigner. Document contains blah blah blah. Okay, എല്ലാ തിങ്സും ഉണ്ട്. ഇത് ഉണ്ടായി കഴിഞ്ഞു, തിങ്സ് ഹാപ്പൻ. നൗ ദ കൺസൈനർ വാണ്ട്സ് ടു നോ ദ പ്രോഫിറ്റ് ഓൺ കൺസൈൻമെന്റ്. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ കൺസൈനർ എന്തിനാ ഇപ്പോൾ ഇത് വേറൊരു സ്റ്റേറ്റിലേക്ക് കൂട്ടിയിട്ട് വെക്കുന്നത് ഓർ വേറൊരു സ്റ്റേറ്റിലേക്കും കൂടി എക്സ്പാൻഡ് ചെയ്യുന്ന മെയിൻ കാരണം എന്താ, ഹി നീഡ്സ് മോർ പ്രോഫിറ്റ്. അപ്പോൾ ഈ കൺസൈൻമെന്റിൽ നിന്ന് എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കി എന്നുള്ളത് കൺസൈനർ വാണ്ട്സ് ടു നോ. കൺസൈനി അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ വർക്ക് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ട് മാത്രമാണ്, ഇറ്റ്സ് ജസ്റ്റ് ഫോർ ദ കമ്മീഷൻ. ഹി വർക്ക്സ് ഫോർ ദ കമ്മീഷൻ, അതർ പേഴ്സൺ വർക്ക്സ് ഫോർ ദി പ്രോഫിറ്റ്. അപ്പോൾ കൺസൈനർ എല്ലാ തിങ്സും സെൻഡ് ചെയ്യലും ഇങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് എന്തൊക്കെ സംഭവിച്ചു എന്ന് വിളിച്ചു ചോദിക്കുന്നതൊക്കെ എന്തിനു വേണ്ടിയിട്ട്, ഹീസ് ദ ഓണർ ആൻഡ് ഹീ ഗെറ്റ്സ് ദ പ്രോഫിറ്റ്. അപ്പോൾ ഇതിലും കൺസൈനർ വാണ്ട്സ് ടു ഗെറ്റ് ദ പ്രോഫിറ്റ്, സോ ഹീ വിൽ പ്രിപ്പയർ എ കൺസൈൻമെൻറ്റ് അക്കൗണ്ട്. ഓക്കെ, സോ നമ്മൾ അക്കൗണ്ടിങ്ങിലേക്ക് വരാൻ പോവാണേ. ഇത്രയും കാര്യം നമ്മൾ എന്താണെന്നുള്ളത് റിയൽ ലൈഫും കേസൊക്കെ പറഞ്ഞു. വി നീഡ് ടു സ്റ്റഡി ദി അക്കൗണ്ടിങ്. കാരണം നമ്മൾ അക്കൗണ്ടിങ് സ്റ്റുഡൻസ് ആണ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ. സോ നമുക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം എന്താണ്, ഇതിൻ്റെ അക്കൗണ്ട്സ് എന്തൊക്കെയാണെന്നുള്ളതാ. സോ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ആൻഡ് കൺസൈനീസ് അക്കൗണ്ട് ഇൻ ഹിസ് ബുക്ക്. ഓക്കെ, ഇയാളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എന്തൊക്കെ ഉണ്ടാക്കണം, ഒരു കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഉണ്ടാക്കണം, കൺസൈനിയുടെ അക്കൗണ്ട്, ദാറ്റ് ഇസ് ഏജന്റിനെ കുറിച്ച് എന്തൊക്കെ. ഫോർ എക്സാമ്പിൾ ഏജന്റിൻ്റെ അടുത്ത് എന്തൊക്കെ കിട്ടാനുണ്ട്, ഏജന്റിന് എത്ര കൊടുക്കാൻ. ഓക്കെ, ഇതാണ് ആ ബുക്കിൽ. ദാറ്റ്സ് എ പേഴ്സണൽ അക്കൗണ്ട്. അതർ അക്കൗണ്ട് ഇസ് എ നോമിനൽ അക്കൗണ്ട്, സെയിം ആസ് എ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ നമുക്ക് ബേസിക്കലി രണ്ട് അക്കൗണ്ട് ഉണ്ടാക്കാനുള്ളത്. ഏതൊക്കെ, അത് കൺസൈൻമെൻറ്റ് ആൻഡ് ദി അതർ അക്കൗണ്ട് ഇസ് കൺസൈനീസ് പേഴ്സണൽ അക്കൗണ്ട്. അപ്പം നമുക്ക് റിയൽ അക്കൗണ്ട്സിലേക്ക് കടക്കാം. ഓക്കെ, അപ്പം നമുക്ക് അക്കൗണ്ടൻസി ശരിക്കും നോക്കാം. അക്കൗണ്ടിങ് എന്തൊക്കെയുണ്ട്, എന്തൊക്കെ അക്കൗണ്ട്സ് പ്രിപ്പയർ നമ്മൾ ഓൾറെഡി പറഞ്ഞു, കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ആൻഡ് കൺസൈനീസ് അക്കൗണ്ട്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് കൺസൈൻമെൻറ്റ് അക്കൗണ്ട്. സോ കൺസൈൻമെൻറ്റ് അക്കൗണ്ട്, ഗ്രേറ്റ്. ഈ അക്കൗണ്ടിൻ്റെ ഒരു പ്രത്യേകത, ഇറ്റ് ഈസ് സംവാട്ട് സിമിലർ ടു ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓക്കെ, നമ്മളപ്പോൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്നാലും ഞാൻ ജസ്റ്റ് ഒരു ഫോർമാറ്റിലേക്ക് പോകുന്നുണ്ട് നമ്മുടെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, ദിസ് വാസ് എ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ ഉണ്ടാക്കിയത്. നമ്മൾ ഇതിൻ്റെ ഒരുപാട് പ്രോബ്ലം പ്രീവിയസ് ഇതിൽ പഠിച്ചിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം എന്തൊക്കെ ഉണ്ട് എന്നുള്ളത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്തൊക്കെ ഉണ്ടായിരുന്നു. ഓൺ ദ ഡെബിറ്റ് സൈഡ് എന്തൊക്കെ ഉണ്ട്, വി ഹാവ് ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസസ് ഉണ്ട് അല്ലേ, ലെസ് റിട്ടേൺസ്, ഡയറക്റ്റ് എക്സ്പെൻസസും ഇൻഡയറക്റ്റ് എക്സ്പെൻസസും. ഓക്കെ ആണല്ലോ, എന്തൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക്, purchases, direct expense, indirect expense on the debit side, debit the expenses, and other side we have sales and closing stock and any indirect income. Okay, ഇതാണ് നമ്മുടെ ബേസിക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓൾമോസ്റ്റ് നമ്മുടെ കൺസൈൻമെൻറ്റ് അക്കൗണ്ടും ഇതുപോലെ തന്നെ. എന്തൊക്കെ വരെ വെച്ചാൽ എക്സ്പെൻസും ഓപ്പണിംഗ് സ്റ്റോക്ക് ആൻഡ് പർച്ചേസ് അവിടെ വരും. ഇപ്പുറത്ത് എന്ത് വരും, നമുക്ക് വിൽ ഹാവ് എ ക്ലോസിംഗ് സ്റ്റോക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൽ എന്തൊക്കെ വരുന്നു എന്ന്. ഓക്കെ, നൗ വി ഹാവ് എ കൺസൈൻമെൻറ്റ് അക്കൗണ്ട്. കൺസൈൻമെൻറ്റ് അക്കൗണ്ട് നോക്കാം നമുക്ക്. സോ ഹെഡിങ് എന്താ, കൺസൈൻമെൻറ്റ് അക്കൗണ്ട്. സെയിം പോലെ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പോലെ പെർട്ടിക്കുലേഴ്സ് എമൗണ്ട്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ വരുന്ന ഓർമ്മയുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ദ സെയിം ഹാപ്പൻസ് ഹിയർ. നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് തൽക്കാലം ഓപ്പണിംഗ് സ്റ്റോക്കും തിങ്സും ഒന്നും ഇല്ലായിരിക്കും. ദിസ് ഇസ് സ്റ്റാർട്ടിംഗ് ആണ് കൺസൈൻമെൻറ്റിനെ. കൺസൈൻമെൻറ്റ് അയക്കുകയാണ്, അതോടെ കൺസൈൻമെൻറ്റ് വരിക. സോ പർച്ചേസസ് ആണ് നമുക്ക് റൈറ്റ് നൗ ഉണ്ടാവുക. ഒരു കമ്പനിയാണ്, കൺസൈൻമെൻറ്റ് ആണ്. കൺസൈൻമെൻറ്റിലേക്ക് എന്താ വരിക, ഫസ്റ്റ് തന്നെ ഗുഡ്സ് വരിക ചെയ്യുക. പർച്ചേസ് എന്നാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പറയാം. ഇവിടെ ഇറ്റ് ഇസ് കോൾഡ് ആസ് ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ്. എന്താ സംഭവം, ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ്. കൺസൈൻമെൻറ്റ് എന്നൊരു അക്കൗണ്ട് ഉണ്ടാക്കുകയാണ്. സോ ഇറ്റ് ഇസ് ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് ലൈക്ക് ദ പർച്ചേസസ്. പർച്ചേസ് ആയിരുന്നു നമ്മൾ കമ്പനി ആസ് എ കമ്പനി നമ്മൾ പർച്ചേസ് ആയിരുന്നു ചെയ്യാറ്. അതിന് പകരം ഇവിടെ എന്താ, അത് ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ്. ഓക്കെ, ഓപ്പണിംഗ് സ്റ്റോക്ക് ഇറ്റ്സ് നോട്ട് ഹിയർ, ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ്. നൗ വാട്ട് ഹാപ്പൻസ്, അടുത്ത സംഭവം എന്താ, എക്സ്പെൻസസ് അല്ലേ. ആരുടെയൊക്കെ എക്സ്പെൻസ് വേണ്ടത്, കൺസൈൻമെന്റിൽ ദർ ആർ ടു പീപ്പിൾ ബൈ ദ വേ. ആരൊക്കെ ഉണ്ട്, കൺസൈനർ, കൺസൈനി. രണ്ടാൾക്കും എക്സ്പെൻസ് ഉണ്ടാവല്ലോ. കൺസൈനർക്ക് എന്തൊക്കെ എക്സ്പെൻസ് ഉണ്ടാവുക, ഈ ഗുഡ്സ് ഓർ പ്രോഡക്റ്റ് ഉണ്ടാക്കാനുള്ള എല്ലാ ചെലവുകളും കൺസൈനർക്ക് ഉണ്ടാവും. കൺസൈനിക്കോ ഇതെങ്ങനെ സെല് ചെയ്യാനുള്ള എവറി എക്സ്പെൻസസ് ഉണ്ടാവും. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ബാങ്ക്.
ബാങ്ക് എന്ന് പറഞ്ഞ് കൺസൈനേഴ്സ് എക്സ്പെൻസ്. എന്തുകൊണ്ടാണ് കൺസൈനേഴ്സ് എക്സ്പെൻസ് ബാങ്ക് എന്ന് പറഞ്ഞ ഇത്? ബിക്കോസ് ഇറ്റ് ഈസ് ഇൻ ഹിസ് ബുക്സ്. ഇയാളുടെ ബുക്സിലാണ് സംഭവം ഉണ്ടാക്കുന്നത്. സോ എന്താ സംഭവം? ബാങ്ക് എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുക. ഓക്കെ, ആരുടെ എക്സ്പെൻസ് ആണിത്? കൺസൈനേഴ്സ് എക്സ്പെൻസ്. അപ്പോൾ നമ്മൾ പ്രോബ്ലം വന്നാൽ ബാങ്ക് എന്ന് കൊടുക്കുക, കോളനിടുക അല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എന്തൊക്കെയൊക്കെ റെൻറ്റ്, അഡ്വർടൈസ്മെൻ്റ് ഒക്കെ കൺസൈനർക്ക് വന്നിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റഡ്. അത് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് കാണാം. തൽക്കാലം നമുക്ക് ഏത് സൈഡിൽ വരും? നമുക്ക് ഡെബിറ്റ് സൈഡിൽ ആരുടെ എക്സ്പെൻസസ് വരും? കൺസൈനർ. നൗ കൺസൈനറിന് മാത്രമാണോ വരിക? നോ, കൺസൈനിയുടെ വരും. കൺസൈനിയുടെ എക്സ്പെൻസ് നമ്മൾ ബാങ്ക് എന്നല്ല ഇത്, അത് നമുക്ക് കൺസൈനി കൊടുക്കാനുള്ളതാണ്. സോ ദാറ്റ് ഇസ് കൺസൈനീസ് അക്കൗണ്ട്. ഓക്കെ, ആരുടെ എക്സ്പെൻസ്? കൺസൈനീസ് എക്സ്പെൻസ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ക്യാഷ് കൊടുക്കുന്ന സമയത്ത് കൺസൈനിക്ക് ഉണ്ടായ എക്സ്പെൻസും കൂടെ ആര് കൊടുക്കണം? കൺസൈനർ കൊടുക്കണം. അപ്പോൾ അതും കൺസൈൻമെൻറ്റ് എക്സ്പെൻസിൽ വരുന്നതാണ്. ഓക്കെ ആണല്ലോ? കൺസൈനിക്കുള്ള എക്സ്പെൻസ് ആരുടെ പേര് കാണിക്കണം? കൺസൈനി എന്ന് പറഞ്ഞിട്ട് കാണിക്കണം. ഓർ കൺസൈനീസ് പേഴ്സണൽ അക്കൗണ്ട്. കൺസൈനറുടെ ആണെങ്കിലോ ബാങ്കും. ഓക്കെ, നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്ന എല്ലാ തിങ്സും വന്നില്ല. ഒരു കാര്യം കൂടെ ഉണ്ട്. എഗെയിൻ എ കൺസൈനീസ് അക്കൗണ്ട്. എന്താ ബ്രാക്കറ്റിൽ എഴുതി നോക്കാം? കമ്മീഷൻ. ബേസിക്കലി ഇത് എന്തിനാണ് കൺസൈൻ ഇത് ചെയ്യുന്നത്? കമ്മീഷൻ കൺസൈൻ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കമ്മീഷൻ കിട്ടുക. ഈ കംപ്ലീറ്റ് കൺസൈൻമെന്റ് ചെയ്യുന്നത് കമ്മീഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ബട്ട് ഇറ്റ് ഈസ് ആൻ എക്സ്പെൻസ് ഓഫ് കൺസൈൻമെന്റ്. കൺസൈൻമെന്റിൽ ഇതൊരു എക്സ്പെൻസ്. കൺസൈനിന്റെ പേഴ്സണൽ അക്കൗണ്ടിൽ ദാറ്റ്സ് ആൻ ഇൻകം. ഫോർ ദ കൺസൈൻമെന്റ് ഇറ്റ് ഈസ് ആൻ എക്സ്പെൻസ്. കൺസൈൻമെന്റ് എന്നാണ് എടുത്ത് കൊടുക്കുന്നത്. യൂഷ്വലി ഒരു സ്റ്റുഡൻറ്റിൻ്റെ അടുത്ത് ചോദിച്ചാൽ എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ഞാൻ അത് പഠിപ്പിക്കുന്ന സമയത്ത്, സർ കമ്മീഷൻ റിസീവ് ചെയ്തത് അത് ഇൻകം അല്ലേ? അത് ഇൻകമാണ്. ആർക്ക്? കൺസൈനിക്ക്. ഇത് കൺസൈൻമെന്റിന് ഇതൊരു എക്സ്പെൻസ് ആണ്. കാരണം കൺസൈൻമെന്റിന്റെ പ്രോഫിറ്റ് എന്നോ കൺസൈൻമെന്റിന്റെ സെയിൽസ് എന്നാണ് ആർക്ക് എടുത്ത് കൊടുക്കേണ്ടത്? കൺസൈനിക്ക് എടുത്ത് കൊടുക്കേണ്ടത്. ഓക്കെ ആണല്ലോ? സോ അതുകൊണ്ട് അതും ഡെബിറ്റിൽ വന്നു. ഇറ്റ്സ് ആൻ എക്സ്പെൻസ് ഫോർ ദി കൺസൈൻമെന്റ് അക്കൗണ്ട്. ഓക്കെ ആണല്ലോ? എല്ലാ എക്സ്പെൻസസും വന്നു. Now let's go back to the credit side. Credit side നമുക്ക് എന്തൊക്കെ ഉണ്ടാവും? ഫസ്റ്റ് തിങ് ഇസ് സെയിൽസ്. സെയിൽസ് നമ്മൾ സെയിൽസ് എന്ന് പറഞ്ഞ് ഡയറക്റ്റ് കാണിക്കല്ല ചെയ്യുക. നമുക്ക് എന്താ ചെയ്യുക? കൺസൈനീസ് അക്കൗണ്ട്. കാരണം സെല്ല് ചെയ്യുന്ന ആളാരാ? ഇറ്റ്സ് ദ കൺസൈനി. കൺസൈനിയാണ് എന്ത് ചെയ്യുക? സെല്ല് ചെയ്യുക. സോ ക്യാഷ് സെയിൽസ്. ക്യാഷ് സെയിൽസ് ആകുമ്പോഴാണ് കൺസൈനി, സോറി ക്യാഷ് സെയിൽസ് ആണെങ്കിലാണ് കൺസൈനീസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കുക. ഓക്കെ ആണല്ലോ? ക്യാഷ് സെയിൽസ്. സോ വാട്ട് അബൌട്ട് ദ ക്രെഡിറ്റ് സെയിൽസ്? അവിടാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ നമുക്കൊരു അഡ്ജസ്റ്റ്മെന്റ് വരാണ്ട് നമ്മൾ കമ്മീഷനെ കുറിച്ച് പഠിക്കും. തൽക്കാലം ഒന്നുമില്ലാത്ത കേസ് പഠിക്കാം. കൺസൈൻമെന്റ് ഡെറ്റേഴ്സ് ക്രെഡിറ്റ് സെയിൽ ആണെങ്കിൽ, ഓക്കെ, ക്യാഷ് സെയിൽസ് കൺസൈനി സെല്ല് ചെയ്തു, നേരെ ക്യാഷ് അയച്ചു കൊടുത്തു, കൺസൈനിന്റെ കയ്യിൽ നിന്ന് കിട്ടിയത്. സോ ഇറ്റ് ഈസ് കോൾഡ് ഓർ റിട്ടേൺ ആസ് കൺസൈനി ഓർ കൺസൈനിന്റെ അടുത്ത് നിന്ന് കിട്ടാനുണ്ട്. ഓക്കെ, നൗ ക്രെഡിറ്റ് സെയിൽ കൺസൈൻമെന്റ് ഡെറ്റേഴ്സിന്റെ അടുത്ത് കിട്ടാണ്ട്. ഡെറ്റേഴ്സ് പഠിക്കുമ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, ദർ വിൽ ബി ബാഡ് ഡെറ്റ്, ദർ വിൽ ബി പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്. അപ്പോൾ ഇവിടെ ഇഫ് ഇൻ കേസ് ഡെറ്റേഴ്സിന് ബാഡ് ഡെറ്റ് ഉണ്ടെങ്കിൽ, ബാഡ് ഡെറ്റ് ഈസ് എൻ എക്സ്പെൻസ് ഓർ ലോസ്. ഏത് സൈഡിൽ വരണം? അഗെയിൻ വി ഗോ ടു ദ ഡെബിറ്റ് സൈഡ്. കൺസൈൻമെന്റ് ഡെറ്റേഴ്സ് ബാഡ് ഡെറ്റ്. ഓക്കെ, ഞാൻ ആ സൈഡിൽ ബാഡ് ഡെറ്റ് എന്താ പറയാത്തതെന്ന് നിങ്ങൾ ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും ചില ആളുകൾ. ഇതുകൊണ്ടാണ് പറയുന്നത്. നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ ക്രെഡിറ്റ് സെയിൽ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായിട്ടാണ് കാണിക്കുക? കൺസൈൻമെന്റ് ഡെറ്റേഴ്സ്. അതിലെന്തെങ്കിലും ബാഡ് ഡെറ്റ് ഉണ്ടെങ്കിലോ നമ്മൾ ഡെബിറ്റ് സൈഡ്, ബിക്കോസ് ബാഡ് ഡെറ്റ് ഇസ് എ ലോസ് ഓർ എക്സ്പെൻസ്. ഓക്കെ ആണല്ലോ? നൗ വിൽ ഗോ ടു അബ്നോർമൽ ലോസ്. നോർമൽ ലോസ് നമ്മൾ കൺസിഡർ ചെയ്യാറില്ല. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലായാലും എന്തിലായാലും നോർമൽ ലോസ് വിൽ ഹാപ്പൻ, എന്തായാലും വരും. സിമ്പിൾ എക്സാമ്പിൾ നോർമൽ ലോസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഒരു 100 എക്സ് ഒരാൾ സൈക്കിളിൽ ചവിട്ടി കൊണ്ടുവരാൻ വിചാരിക്കുക. 1 or 2 ഉറപ്പായിട്ട് പൊട്ടും. ഇറ്റ്സ് യൂഷ്വൽ. പക്ഷെ ഒരു 100 പൊട്ടിപ്പോയാലോ ഓർ 100-ൽ 90 പൊട്ടിപ്പോയാലോ ദാറ്റ്സ് അബ്നോർമൽ ലോസ് അല്ലേ? അപ്പം നോർമൽ ലോസ് നമ്മൾ എവിടെയും കൺസിഡർ ചെയ്യാറില്ല. ബട്ട് അബ്നോർമൽ ലോസ് കൺസിഡർ ചെയ്യണം. കാരണം നമുക്ക് കിട്ടിയതിൽ നിന്ന് ഒരുപാട് കുറഞ്ഞു പോയിട്ടുണ്ട്. സോ കിട്ടിയത് നമ്മളിവിടെ ഗുഡ്സ് ആൻഡ് ഓൺ കൺസൈൻമെന്റ് നമ്മൾ എഴുതിയിട്ടുണ്ട്. അബ്നോർമൽ ലോസ് വന്നാലോ അത് ഏത് സൈഡിൽ വരും? ഇറ്റ് വിൽ കം ഓൺ ദി ഓപ്പോസിറ്റ് സൈഡ്, അബ്നോർമൽ ലോസ്. നൗ ഇത് വേറൊരു സംശയത്തിന് ഇടയാക്കുന്നതാണ്. ലോസ് ഒക്കെ സാർ നമ്മൾ ഡെബിറ്റ് സൈഡിലല്ലേ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ എഴുതാം? യെസ്, കറക്റ്റാണ് നിങ്ങൾ പറഞ്ഞത്, ലോസ്. പക്ഷേ ഇത് അബ്നോർമൽ ലോസ് ആണ്. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടിയ ഗുഡ്സ് ഓർ കൺസൈൻമെന്റിൽ കിട്ടിയ ഗുഡ്സ് കുറഞ്ഞു പോയിട്ടുണ്ട്. സോ അത് നേരെ ഏത് സൈഡിൽ വരണം? ഓപ്പോസിറ്റ് സൈഡിൽ വരണം. ഓക്കെ, അപ്പോൾ സർട്ടൻ സ്റ്റുഡൻസ് എൻ്റെ അടുത്ത് ചോദിക്കുന്ന വേറെ ഒരു ഡൗട്ടാണ്, എന്നാൽ സാർ കുറച്ചിട്ട് ഗുഡ്സ് ആൻഡ് ഓൺ കൺസൈൻമെന്റ് കിട്ടിയത് മാത്രം എഴുതിയാൽ പോരെ? മാത്തമാറ്റിക്കലി കറക്റ്റാണ്. പക്ഷേ അക്കൗണ്ടൻസി നമ്മൾ നോക്കുമ്പോൾ കറക്റ്റായിട്ട് എത്ര ഗുഡ്സ് ആൻഡ് ഓൺ കൺസൈൻമെന്റ് നമുക്ക് കറക്റ്റ് കിട്ടണം അല്ലേ? ഒരു അക്കൗണ്ട് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് എത്ര കിട്ടി, എത്ര പോയി എന്നുള്ളത് നമുക്ക് കറക്റ്റ് രണ്ട് സൈഡിലും കാണിക്കാം. അതുകൊണ്ടാണ് അബ്നോർമൽ ലോസ് ഏത് സൈഡിൽ വന്നത്? ക്രെഡിറ്റ് സൈഡിൽ വന്നത്. ഓക്കെ ആണല്ലോ? ലാസ്റ്റ് തിങ് എന്തായിരിക്കും? നമുക്ക് വിൽ ഹാവ് എ ക്ലോസിംഗ് സ്റ്റോക്ക്. സ്റ്റോക്ക് ഓൺ കൺസൈൻമെന്റ് ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക്. ഓക്കെ,
അപ്പം നമ്മൾ എന്തൊക്കെ എടുത്തു നമ്മൾ ഓപ്പണിംഗ് ഗുഡ്സ് ആൻഡ് ഓൺ കൺസൈൻമെന്റ് ആയിരുന്നു, നമ്മുടെ പർച്ചേസ് പോലെ എല്ലാ എക്സ്പെൻസും എടുത്തു. ബാഡ് ഡെറ്റ് ഇഫ് ഇൻ കേസ് ഉണ്ടെങ്കിൽ ബാഡ് ഡെറ്റ് എടുക്കുക. ഓപ്പോസിറ്റ് സൈഡിൽ എന്താ നമ്മുടെ യൂഷ്വൽ സെയിൽസ് നമ്മൾ എടുക്കും. ക്രെഡിറ്റ് സെയിൽ ആണെങ്കിൽ നമ്മൾ ആരുടെ പേര് കാണിക്കണം? കൺസൈൻമെന്റ് ഡെറ്റേഴ്സിന്റെ പേര് കാണിക്കണം. വി ഹാവ് അബ്നോർമൽ ലോസ്, എന്താ കാരണം ഞാൻ പറഞ്ഞല്ലോ. എന്തും കൂടെ നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ത് പേരിൽ കാണിക്കുക? ക്ലോസിംഗ് സ്റ്റോക്ക് ഓൺ കൺസൈൻമെന്റ്. നമുക്കിനി ഒരൊറ്റ കാര്യം കൂടെ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്താ? തെറ്റിപ്പോകുന്ന കാര്യം, കൺസൈനറുടെ എക്സ്പെൻസ് അയാളുടെ ബുക്കിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് കൺസൈനറുടെ എക്സ്പെൻസിന് ബാങ്ക് എന്ന് പറഞ്ഞിട്ടും കൺസൈനിയുടെ എക്സ്പെൻസ് കൺസൈനി എന്ന് പറഞ്ഞിട്ടും. കമ്മീഷൻ കൺസൈനി കൊടുക്കുന്നതായതുകൊണ്ട് അത് എന്താക്കുക നമ്മൾ? അത് കൺസൈൻമെൻറ്റിൻ്റെ എക്സ്പെൻസ് ആണ്. ആൻഡ് ഓൾസോ ദി അതർ തിങ് അബ്നോർമൽ ലോസ് എന്തുകൊണ്ടാണ് വന്നതെന്നുള്ളത് പറഞ്ഞു. ഇനി നമ്മൾ ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് ഓക്കെ, ക്രെഡിറ്റ് സൈഡ് കൂടുതലാണെങ്കിൽ യൂഷ്വലായിട്ട് നമുക്ക് എന്താ കിട്ടുക? പ്രോഫിറ്റ്. ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ് ഇത് പോകേണ്ടത്. ഈ പ്രോഫിറ്റ് കൺസൈനറിൻ്റെ ഒറിജിനൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാകും. ബിക്കോസ് ഹി ഈസ് എ ബിസിനസ് മാൻ, അയാൾക്ക് ഒരു ഒറിജിനൽ വേറെയും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാവും. ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എടുക്കും. ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ എന്നുണ്ടെങ്കിൽ, ദാറ്റ് സെയിൽസ് കൂടുതലാണെങ്കിൽ. ആൻഡ് ഡെബിറ്റ് സൈഡാണ് കൂടുതൽ എന്നുണ്ടെങ്കിലോ വിൽ ഗെറ്റ് ലോസ്. അതും എവിടേക്ക് തന്നെ പോകണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അയാൾക്ക് ടാക്സിൽ റിഡക്ഷനൊക്കെ കിട്ടുമായിരിക്കും. പ്രോഫിറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും. അതർ ബിസിനസ്സിൻ്റെ ഇതൊക്കെ ഇൻകം ടാക്സ് പഠിക്കുമ്പോൾ നിങ്ങളത് പഠിക്കും. സോ ഇപ്പോഴത്തെ കേസ് നമുക്ക് ലെറ്റ്സ് ബി ഒപ്റ്റിമിസ്റ്റിക്, അത് പ്രോഫിറ്റ് ആണ് അധിക കേസിലും കിട്ടാറ്. ഈ കേസിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നു, ബിക്കോസ് ഹി ഹാസ് സ്റ്റാർട്ടഡ് സംതിങ്. ഓക്കെ, കൺസൈൻമെൻറ്റ് അക്കൗണ്ട് നമ്മൾ കഴിഞ്ഞു. വെരി 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 സിമ്പിൾ. ജസ്റ്റ് മനസ്സിലാക്കേണ്ടത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പോലെയാണ്. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നമുക്ക് പഠിക്കാനുള്ളൊരു ഇമ്പോർട്ടൻറ്റ് തിങ് ആണ് കമ്മീഷൻ. കമ്മീഷൻ നമുക്ക് സാധാ കമ്മീഷൻ മാത്രമല്ല, വി ആർ ഗോയിങ് ടു സ്റ്റഡി 2 more കമ്മീഷൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ലെറ്റ്സ് ടേക്ക് കമ്മീഷൻ ആസ് ദ ഹെഡിങ്. ഇറ്റ്സ് കമ്മീഷൻ. എന്തൊക്കെ കമ്മീഷൻ ഉണ്ട് നോക്കാം. വി ഹാവ് ഓർഡിനറി കമ്മീഷൻ. എന്തായിരിക്കും ഓർഡിനറി കമ്മീഷൻ എന്ന് പറഞ്ഞാൽ? യൂഷ്വലായിട്ട് എല്ലാവർക്കും കിട്ടുന്ന കമ്മീഷൻ. നിങ്ങളൊരു പ്രോഡക്റ്റ് വിറ്റാൽ അതിൻ്റെ 10% കിട്ടുന്ന പറഞ്ഞാൽ ദാറ്റ് ഈസ് വാട്ട് വി കോൾ ഓർഡിനറി കമ്മീഷൻ. നൗ വി ഹാവ് ഡെൽ ക്രെഡർ കമ്മീഷൻ. ഓക്കെ, ഒരു ന്യൂ വേർഡ് ആണ് ആക്ച്വലി ഡെൽ ക്രെഡർ. ഹൗ ടു പ്രൊനൗൺസ് ദാറ്റ്? ഡെൽ ക്രെഡർ ആൻഡ് ഓവർ റൈഡിങ് കമ്മീഷൻ. അപ്പോൾ നമുക്ക് ഈ കൺസൈൻമെൻറ്റ് വി ഹാവ് 3 types ഓഫ് കമ്മീഷൻ. ഏതൊക്കെയാണ്? ഓർഡിനറി, ഇറ്റ്സ് എ സിമ്പിൾ കമ്മീഷൻ. Del credit commission, we are going to study about del credit commission, and the last one is overriding. അപ്പോൾ നമ്മൾ ന്യൂ ആയിട്ട് പഠിച്ച 2 things, that is del creditറും ആൻഡ് ഓവർ റൈഡിങ്ങും നമുക്കൊന്ന് ഇൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ബിക്കോസ് കമ്മീഷൻ ഇസ് ദ ബിഗസ്റ്റ് പാർട്ട് ഹിയർ. കാരണം കമ്മീഷൻ കിട്ടാത്ത ഒരു ഏജൻറ്റും വർക്ക് ചെയ്യില്ല. ഏജൻറ്റ് വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഓണർക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ല. സോ കമ്മീഷൻ ഇസ് വൺ ഓഫ് ദി വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട്. അപ്പോൾ നമുക്ക് എന്ത് പഠിക്കാം? ലെറ്റ് സ്റ്റഡി അബൌട്ട് ദ del credit commission. ഓക്കെ, del credit കമ്മീഷൻ. അപ്പോൾ എന്താ del credit കമ്മീഷൻ നമുക്ക് ആദ്യം പഠിക്കാം. ആൻഡ് അഗെയിൻ നമുക്ക് ആരെടുക്കാം? നമ്മുടെ the owner of the business, he is called the consigner. കൺസൈനർക്ക് he has lots of debtors. ഓക്കെ, കാരണം സാധനം നമ്മുടെ ബിസിനസ്സിൽ എപ്പോഴും ക്രെഡിറ്റ് സെയിൽ ഇസ് ദി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. ക്രെഡിറ്റ് സെയിൽ ഇല്ലെങ്കിൽ കറക്റ്റ് ക്യാഷ് കൊടുത്തൊന്നും ആരും ഒന്നും വാങ്ങില്ല. അങ്ങനെയാണെങ്കിൽ ഒരു ബിസിനസ്സും നടക്കില്ല. സോ ഹി ഹാസ് സോ മച്ച് ഓഫ് ഡെറ്റേഴ്സ് കുറേ ഡെറ്റേഴ്സിനെ കാണാൻ അവരിങ്ങനെ നടന്നു പോവുകയായിരിക്കും. ഓക്കെ, റിയൽ ഡെറ്റേഴ്സ് അത്രയും ഉണ്ട് ഇയാൾക്ക്, അത്രയും ഡെറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, ആൻഡ് ഡെറ്റേഴ്സ് വന്നാൽ എന്താ അതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്? ദർ ഇസ് എ ഹൈ ചാൻസ് ഫോർ ബാഡ് ഡെറ്റ്. ഡെറ്റേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ബാഡ് ഡെറ്റ് വരുള്ളൂ. ബാഡ് ഡെറ്റിന് ഹൈ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇയാൾക്ക് ഓർ ദി കൺസൈനർക്ക് ഓൾവേസ് എന്ത് വരുന്നുണ്ട്? ബാഡ് ഡെറ്റ് ഇങ്ങനെ വരുന്നുണ്ട്. സോ ഹി തോട്ട്, അയാളുടെ പ്രീവിയസ് തിങ്സിനൊക്കെ ബാഡ് ഡെറ്റ് വരുന്നത്. സോ ഹി തോട്ട് എന്ത് ചെയ്യാം? അപ്പോൾ ഇയാളിപ്പം നമ്മുടെ പ്രസൻറ്റ് കേസ് പറയുകയാണെങ്കിൽ ഡൽഹിയിലാണ് ഇയാളുള്ളത്. ഡെറ്റേഴ്സ് വുഡ് ബി ഇൻ കേരള അല്ലേ? കേരളയിലുള്ളത് ഇയാൾക്ക് നേരെ വന്നിട്ട് കേരളത്തിൽ നിന്ന് ആൾക്കാരുടെ അടുത്ത് നിന്ന് പിരിക്കാൻ പറ്റുമോ? സോ ഇയാൾ വിചാരിക്കും ലെറ്റ്സ് ഹാവ് എ ട്രീറ്റി ഓർ ലെറ്റ്സ് ഹാവ് എൻ അഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ദ കൺസൈനി ഓർ ആൻഡ് ബിറ്റ്വീൻ ദ കൺസൈനി ആൻഡ് ദ കൺസൈനർ. ദാറ്റ് മീൻസ് ബിറ്റ്വീൻ ഹിം. അപ്പോൾ എന്താ ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. ഇയാൾ അഗെയിൻ നമ്മുടെ ബ്യൂട്ടിഫുള്ളായി യങ് ആയ കൺസൈനീൻ എന്ത് ചെയ്യും? ഇയാൾ എന്ത് ചെയ്യും? ഒന്നും കൂടെ കോൺടാക്ട് ചെയ്യും. ആൻഡ് ഹി വിൽ സേ ഐ വിൽ ഗിവ് മോർ കമ്മീഷൻ ബട്ട് യു ഷുഡ് ടേക്ക് ഓവർ ദ ഡെറ്റേഴ്സ്. ഞാൻ കൂടുതൽ ക്യാഷ് ഓർ കൂടുതൽ കമ്മീഷൻ തരാം, പക്ഷേ ഡെറ്റേഴ്സിൻ്റെ കാര്യം നിങ്ങൾ ഏറ്റെടുക്കണം. ഓക്കെ, ആരടുത്ത് പറയണം? കൺസൈനോട് പറയാം ഡെറ്റേഴ്സ് കിട്ടാനുള്ളത് മുഴുവൻ നിങ്ങൾ എന്ത് ചെയ്ത് തരണം? പിടിച്ചു തരണം. അങ്ങനെ പിടിച്ചു തരികയാണെങ്കിൽ എന്ത് തരും? ഐ വിൽ ഗിവ് എൻ എക്സ്ട്രാ കമ്മീഷൻ. ആ കമ്മീഷൻ്റെ പേരാണ് del credit കമ്മീഷൻ. സോ ബേസിക്കലി വാട്ട് ഈസ് del credit കമ്മീഷൻ? നോർമൽ കമ്മീഷനേക്കാളും കുറച്ചും കൂടെ കിട്ടും, കുറച്ചും കൂടെ കൂടുതൽ കൊടുക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ദി ഓണർ ബാഡ് ഡെറ്റും ഡെറ്റേഴ്സിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവേണ്ട. കാരണം ഒരു ഗ്യാരണ്ടറായിട്ട് ആര് നിൽക്കുന്നുണ്ട്? കൺസൈൻ നിൽക്കുന്നുണ്ട്. കൺസൈൻ എന്ത് ചെയ്തോളും? അവരുടെ അടുത്ത് നിന്ന് ഫുൾ എടുത്തു.
Now onwards, from now onwards, Delcred commission കൊടുത്തിട്ടുണ്ടെങ്കിൽ let's go back to the consignment account. If in case Delcred commission കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ consignment debtors ഇവിടെ വരില്ല. Bad debt വരില്ല and other thing also വരില്ല. Consignment debtors വരില്ല. Okay, so debtors എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടാവില്ല. Full sales ആര് തന്നിരിക്കണം? കൺസൈനി തന്നിരിക്കണം. ഓക്കെ ആണല്ലോ. നേരത്തെ നമ്മൾ കൺസൈൻമെന്റ് ഡെറ്റേഴ്സ് സിമ്പിൾ ഓർഡിനറി കേസിലായിരുന്നു. ഈ കേസിൽ വരികയാണെങ്കിൽ ഡെറ്റേഴ്സിനെ കുറിച്ചിട്ട് ആര് വറിയാവണ്ട, ദ കൺസൈനറിന് ഒരു വറീസും വേണ്ട. സോ കംപ്ലീറ്റ് ആയിട്ട് ആര് ഏറ്റെടുക്കും? കൺസൈനി ഏറ്റെടുക്കും. ഓക്കെ, ഇത് ഒരു ആക്ച്വലി കൺസൈനർക്ക് ഇറ്റ്സ് എ ഗുഡ് തിങ് ആൻഡ് ഫോർ ദ കൺസൈനി ആസ് വെൽ. കൺസൈനി ഇപ്പം നല്ല ആത്മാർത്ഥയോടെ വർക്ക് ചെയ്യും. കാരണം എന്താ, ഈ ഡെറ്റേഴ്സിൻ്റെ അടുത്തും കൂടെ കിട്ടണം. ഇല്ലെങ്കിൽ എന്താ ഒരു കുഴപ്പമില്ല, സാധനം അവിടെ വാങ്ങി വെക്കുക, ഗുഡ്സ് വന്നു, ഏജൻറ്റിന് ഗുഡ്സ് കിട്ടി, അവർ സെല്ല് ചെയ്യും, അല്ലെങ്കിൽ ബാക്കി അങ്ങോട്ട് തിരിച്ചയക്കും, കടത്തിനൊക്കെ വെക്കും, കിട്ടിയിട്ടില്ലെങ്കിൽ ഇറ്റ്സ് കൂൾ. അപ്പോൾ എന്താണ് കൺസൈനർക്ക് ഇത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. കാരണം ബാഡ് ഡെറ്റ് എപ്പോഴും ലോസ് എപ്പോഴും ഒരു ബിസിനസ് മാനിന് എഫക്റ്റ് ചെയ്യും. ഐ നോ ദാറ്റ്. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ കുറച്ചും കൂടെ കൂടുതലാക്കിയിട്ട് കമ്മീഷൻ, എക്സ്ട്രാ കമ്മീഷൻ കൊടുക്കും. ദാറ്റ്സ് വാട്ട് വി കോൾ ഡെൽക്രയുടെ കമ്മീഷൻ. എന്തിനായി കമ്മീഷൻ കൊടുക്കുന്നത്? ദ കൺസൈനി വിൽ ടേക്ക് ഓവർ ദ ഡെറ്റേഴ്സ്. ഓക്കെ ആണല്ലോ. നൗ വി ഹാവ് another thing called overriding commission. Okay, so we have overriding commission. Overriding kind of extra തന്നെയാണ് overriding commission. നമുക്ക് ഒരു എക്സാമ്പിൾ കൊടുക്കുക overriding commissionൻ്റെ. Let's say the consigner is going to launch a new product. ഒരു ന്യൂ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്ന നോക്കുക. അപ്പോൾ ഇതൊരു പെയിൻ്റ് ആണ്. ദിസ് എ കൈൻഡ് ഓഫ് പെയിൻറ്റ്. ഓക്കെ, എന്താ ഇറക്കാൻ വന്നൊരു കൈൻഡ് ഓഫ് പെയിൻറ്റ്. ഈ പെയിൻറ്റിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഈ പെയിൻറ്റ് ആരുടെങ്കിലും കാറിലൊക്കെ ആയി കഴിഞ്ഞാൽ, കാറിനടിക്കുന്ന പെയിൻറ്റ്സ് ആണ് ഇത്, കാർ ആൻഡ് വെഹിക്കിൾസിന് അടിക്കുന്നതാണ്. ഇതായി കഴിഞ്ഞാൽ നമ്മുടെ സെറാമിക് ഇട്ട പോലെയാണ്, ചളി ഇതിൽ പറ്റി പിടിക്കില്ല, ഡേർട്ട് ഉണ്ടാവില്ല ഒരിക്കലും, വെള്ളം കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ അടിച്ചാൽ പോവും. പക്ഷേ ഇത് ആളുകളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കാൻ ഡൽഹിയിലുള്ള നമ്മുടെ കൺസൈനർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കേരള വരെ വരാൻ പറ്റില്ല. ഓക്കെ, സോ ഇയാൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഹിൽ കോൺടാക്ട് ദ കൺസൈനി അഗെയിൻ. ഓക്കെ, ഒരു ന്യൂ പ്രോഡക്റ്റ് ഞാൻ ഇറക്കാൻ പോവാണ്. ഈ ന്യൂ പ്രോഡക്റ്റ് മാർക്കറ്റിൽ എല്ലാവരുടെ അടുത്തും അറിയണമെന്നുണ്ടെങ്കിൽ യു നീഡ് ടു ഹാവ് എ വെരി ഗുഡ് ഹാർഡ് വർക്ക്, ഓർ യു നീഡ് ടു വർക്ക് സോ ഹാർഡ്. നല്ല ഹാർഡ് വർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇത് അത്യാവശ്യം കേരളയിൽ മുഴുവൻ അറിയുള്ളൂ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഐ വിൽ ഗിവ് യു എക്സ്ട്രാ കമ്മീഷൻ. ദാറ്റ് കമ്മീഷൻ ഇസ് കോൾഡ് ഓവർറൈഡിങ് കമ്മീഷൻ. ഓക്കെ, അപ്പോൾ ഓവർറൈഡിങ് കമ്മീഷൻ ഇറ്റ്സ് ഓൾസോ ആൻ എക്സ്ട്രാ കൈൻഡ് ഓഫ് കമ്മീഷൻ. യൂഷ്വലി എന്തിനാ വെച്ചാൽ പുതിയ തിങ്സ് ഇറങ്ങാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഹാർഡ് വർക്ക് ആരെടുക്കണം, കൺസൈനി എടുക്കണം എന്നുള്ളൊരു കേസ് വരുമ്പോഴാണ് ഓവർറൈഡിങ് കമ്മീഷൻ കൊടുക്കുക. അതിൻ്റെ യൂഷ്വലി നടക്കാവുന്ന ഓവർറൈഡിങ് കമ്മീഷൻ യൂഷ്വലി നടക്കാവുന്ന ഒരു ന്യൂ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ട് ആളുകളടുത്ത് എത്താൻ വേണ്ടിയിട്ട്, ആളുകളടുത്ത് എത്തണം എന്നുണ്ടെങ്കിൽ കൺസൈനി തന്നെ വിചാരിക്കണം. കൺസൈനിക്ക് കൂടുതൽ കമ്മീഷൻ കിട്ടണമെങ്കിൽ കൺസൈനി നന്നായിട്ട് വർക്ക് ചെയ്യും. കാരണം ഇത്ര കൂടുതൽ വിറ്റാൽ അത്രയും കമ്മീഷൻ തരും എന്നാ പറയുക. So this is what we call overriding commission. Ordinary simple commission ആയിരുന്നു. What about the Delcred? എന്തിനായിരുന്നു നമ്മൾ പഠിച്ചല്ലോ. And what about the overriding? ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യണേ അല്ലെങ്കിൽ any other cases, മെയിൻ കേസ് ഇതാണ്, പ്രോഡക്റ്റ് ലോഞ്ചിങ് ഉള്ളപ്പോഴാണ് ഓവർറൈഡിങ് കമ്മീഷൻ കൊടുക്കുക. സോ നമ്മുടെ ബിഗ്ഗസ്റ്റ് പാർട്ടായ കമ്മീഷൻ ഈസ് ഓൾസോ ഓവർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു സർട്ടൺ തിങ് കൂടെ പഠിക്കാനുണ്ട്. ഒന്നല്ല രണ്ടെണ്ണം കൂടെ നമുക്കിതിൽ പഠിക്കാൻ, രണ്ട് തിങ്സും കൂടെ ഉണ്ട്. ദാറ്റ് കേസ് ഈസ് abnormal loss. This is actually an important factor. Abnormal loss. നമ്മുടെ നേരത്തെ കമ്മീഷൻ വാസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. കാരണം എക്സാമിൽ ക്വസ്റ്റ്യൻസ് വെറും abnormal loss മാത്രം കാറ്റ് ആൻഡ് ഫൗണ്ടേഷൻ ആൻഡ് ഓൾസോ ഇൻ്റർമീഡിയറ്റിന് ചോദിച്ചിട്ടുണ്ട്. ഇൻ്റർമീഡിയറ്റിന് എന്തായാലും എക്സാം എഴുതുമ്പോൾ ആൻഡ് ഫൗണ്ടേഷൻ എക്സാം എഴുതുമ്പോൾ abnormal lossൻ്റെ പ്രോബ്ലംസ് മാത്രമേ വരുള്ളൂ. സോ നമുക്ക് abnormal loss എന്താ പഠിക്കുക. സോ വാട്ട് ഇസ് ദ മീനിങ് ഓഫ് abnormal loss? നമ്മൾ ഓൾറെഡി പറഞ്ഞു നോർമൽ ലോസ് അല്ല, abnormal ആയിട്ട് സംതിങ് abnormal. അപ്പോൾ യൂഷ്വലി വരാറുള്ള കൺസൈമിൽ വരാറുള്ള രണ്ട് abnormal ലോസിൻ്റെ പിക്ചേഴ്സ് ഞാൻ അവിടെ കാണിച്ചിട്ടുണ്ട്. ലോസ് ബൈ ഫയർ. ഓക്കെ, ലോസ് ബൈ ഫയർ എന്താ, കത്തിപ്പോവുക. ഒന്നുകിൽ വരുന്ന വഴിക്ക് എന്തെങ്കിലും കാരണം കൊണ്ട് കത്തിപ്പോവുക, അല്ലെങ്കിൽ ഇവിടെ എത്തിയതിന് ശേഷം കത്തിപ്പോവുക. സോ എനിത്തിങ് ഇസ് ആൻ abnormal ലോസ്. ഓർ തെഫ്റ്റ്, ആരെങ്കിലും കട്ടുകൊണ്ടുപോകും അല്ലേ. കള്ളനെ കാണാമല്ലോ നിങ്ങൾക്ക്, ഗ്രേറ്റ്, കള്ളനെ, യെസ്. അപ്പോൾ കള്ളനെ നിങ്ങൾക്ക് കാണാൻ പറ്റും, തെഫ്റ്റും ഫയറും. സോ ടു തിങ്സ് ആണ് ലോസ് ബൈ ഫയറും തെഫ്റ്റാണ് യൂഷ്വലി നടക്കാവുന്ന സംഭവങ്ങൾ, abnormal ലോസ്. അപ്പോൾ നമുക്ക് എത്ര എമൗണ്ടിൻ്റെ abnormal ലോസ് സംഭവിച്ചു എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. കാരണം നമ്മൾ എമൗണ്ട് ആണ് നമ്മൾ എവിടേക്ക് എഴുതുക, വി റൈറ്റ് ദി എമൗണ്ട് ഇൻ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഇൻഫാക്ട് ദ കൺസൈൻമെൻറ്റ് അക്കൗണ്ട്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ വി ഹാവ് എ ഫോർമുല. ആദ്യം നമുക്ക് ഫോർമുല എഴുതി വെക്കാം, എന്നിട്ട് ഞാൻ അതിൻ്റെ കോൺസെപ്റ്റ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന പോലെയും കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് ടോട്ടൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സെൻറ്റ്. എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? വാട്ട് ആർ വി ഫൈൻഡിങ്? ഇറ്റ്സ് ദി abnormal ലോസ്.
ടോട്ടൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സെൻറ്റ് പ്ലസ് കൺസൈനേഴ്സ് എക്സ്പെൻസ്. ആരുടെ എക്സ്പെൻസ് മാത്രമേ എടുക്കുന്നുള്ളൂ? കൺസൈനേഴ്സ് എക്സ്പെൻസ്. കാരണം അബ്നോർമൽ ലോസ് യൂഷ്വലി എപ്പോഴാണ് ഉണ്ടാവുക? നമ്മൾ അയക്കുമ്പോഴാണ് അധികം ഉണ്ടാകുന്ന സമയത്ത് അധികം ഉണ്ടാവുക. അപ്പോൾ എത്ര നമ്മൾ സെൻഡ് ചെയ്തു, കൺസൈനർക്ക് എത്ര എക്സ്പെൻസ് വന്നു, ആ എക്സ്പെൻസും കൂടെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഡിവൈഡഡ് ബൈ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് സെൻഡ്, ഡിവൈഡ് ചെയ്യുക എത്ര? ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് സെൻഡ് ഇൻ ടു ഗുഡ്സ് ലോസ്റ്റ് ബൈ അബ്നോർമൽ വേ. ഓക്കെ, ഗുഡ്സ് ലോസ്റ്റ് നോർമൽ ആണെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യില്ല. ഇതിൻ്റെ ഒരു സിമ്പിൾ കേസ് നിങ്ങളുടെ എക്സാമ്പിളാക്കി ഞാൻ പറഞ്ഞാൽ, നിങ്ങൾക്ക് കുറച്ച് മാംഗോസ് വാങ്ങാൻ ആഗ്രഹം വന്നു ചോദിക്കാം. യു നീഡ് മാംഗോസ്. അപ്പം 10 മാംഗോസ് വാങ്ങാനാണ് നിങ്ങൾ പോകുന്നത്. 10 മാംഗോസിനാണ് നിങ്ങൾ വാങ്ങാൻ പോകുന്നത്. ഓക്കെ, മാംഗോൻ്റെ വില 100 rupees. ഓക്കെ, ഇതാണ് നമ്മുടെ ടോട്ടൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സെൻറ്റ്. മാംഗോൻ്റെ വാല്യൂ എത്ര? 100 rupees 10 മാംഗോസ്. പക്ഷേ നമുക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഒരു ബൈക്കൊക്കെ എടുത്തിട്ടാണ് ആ മാംഗോ വാങ്ങിക്കൊണ്ടിരുന്നത് വിചാരിക്കുക. ബൈക്കിലൊരു പെട്രോൾ അടിക്കണം 50 rupees. ടോട്ടൽ മാംഗോന് 100 ഉണ്ട്, ബൈക്കിൽ എത്രയും അടിക്കണം? 50 rupees. അപ്പം നിങ്ങൾ തന്നെ യൂഷ്വലി ആലോചിക്കും, 100 rupees മാംഗോ വാങ്ങാൻ 50 rupees പെട്രോളൊക്കെ അടിച്ചിട്ട് ആരെങ്കിലും ഇപ്പോൾ യെസ് ഐ നോ എ ഫ്രണ്ട് ഓഫ് മൈൻ എന്ത് ചെയ്തിട്ടുണ്ട് വെച്ചാൽ, മീ ആൻഡ് മൈ ഫ്രണ്ട്, നമ്മൾ രണ്ടാളും കൂടെ, നമ്മൾ രണ്ടാളല്ല 4 ആളുകൾ ഉണ്ടായിരുന്നു. മൈ ഫ്രണ്ടിന് റിവൈവ് എന്ന് പറയുന്ന 7-Upന്റെ റിവൈവ് ഉണ്ട്, അത് കുടിക്കാൻ ഭയങ്കര ആഗ്രഹം. അപ്പോൾ ഈ റിവൈവ് കുടിക്കാൻ ഇവിടെയൊക്കെ തിരഞ്ഞു നോക്കി, നമ്മൾ ടൗണിൽ എല്ലാവിടെയും നോക്കിയിട്ട് എവിടെയും കിട്ടിയില്ല. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ മൈൻഡിൽ ഓർമ്മ വന്നു, വയനാട്ടിൽ ഇത് കണ്ടിരുന്നു. ഇവിടുന്ന് 500 rupees ഡീസൽ അടിച്ച് കാറിലാണ് പോയത്. 500 rupees ഡീസൽ അടിച്ചിട്ട് 20 rupees എന്ത് വാങ്ങാൻ പോയിട്ടുണ്ട്? റിവൈവ് വരെ വാങ്ങാൻ പോയിട്ടുണ്ട്. സോ നിങ്ങൾ തൽക്കാലം പോയി വിചാരിക്കുക 100 rupees മാംഗോ വാങ്ങാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുന്നു? 50 rupees പെട്രോൾ അടിച്ച് പോകുന്നു. ഇതാണ് നിങ്ങളുടെ 100 rupees മാംഗോ ആണ് ടോട്ടൽ കോസ്റ്റും, 50 rupees എന്താണ് നിങ്ങളുടെ എക്സ്പെൻസും. 10 മാംഗോ വാങ്ങാനാണ് പോയത്. ഓക്കെ, അപ്പോൾ ഒരു മാംഗോന് എത്ര ആയിരിക്കും? ഡിവൈഡ് ബൈ 10 ചെയ്താൽ മതി. ഒരു മാംഗോന് ആക്ച്വലി 10 ആയിരുന്നു, പക്ഷേ ഈ എക്സ്പെൻസും കൂടെ കൂടുമ്പോൾ ഒരു മാംഗോന് 15. നിങ്ങൾ വരുന്ന വഴിക്ക് ഒരു 2 or 3 മാംഗോ വീണ് പോയി, 3 മാംഗോ വീണ് പോയി ചോദിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്ര ലോസ്റ്റ് ആയി? ശരിക്കും ഒരു മാംഗോന് 15 ആണെങ്കിൽ ഇൻറ്റു 3 ചെയ്താൽ 45 rupees ആണ് നിങ്ങളുടെ അബ്നോർമൽ ലോസ്. അപ്പോൾ കാണാതെ പഠിച്ചേക്കാതിരിക്കാനാണ് ഈ കോൺസെപ്റ്റ് പറഞ്ഞത്. കൺസൈനർ എക്സ്പെൻസ് മാത്രമേ എടുക്കുള്ളൂ, ബിക്കോസ് ഇത് സെൻഡ് ചെയ്യുന്ന സമയത്ത് കൺസൈനർക്കാണ്, പോകുന്ന വഴിക്കാണ് ഇത് ഇതായി പോവുക. സോ കൺസൈനർ എക്സ്പെൻസ് ആണ് അവിടെ ഉണ്ടായത്, കൺസൈനറിൻ്റെ എക്സ്പെൻസ് അവിടെ ഉണ്ടായിട്ടില്ല. അപ്പോൾ സെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആരുടെ അബ്നോർമൽ ലോസിൽ ആരുടെ ഇത് മാത്രമേ എടുക്കുള്ളൂ? കൺസൈനറുടെ എക്സ്പെൻസ് മാത്രമേ എടുക്കുള്ളൂ. അപ്പം നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഇത് കറക്റ്റായിട്ട് ഞാൻ അപ്പോൾ മാംഗോൻ്റെ പറഞ്ഞ പോലെ വിൽ ട്രൈ അനദർ പ്രോബ്ലം. അപ്പോൾ നമുക്കൊരു ബേസിക് പ്രോബ്ലം നമുക്ക് നോക്കിയിട്ട് അതിലേക്ക് വരാം. ലെറ്റ്സ് ലുക്ക് അറ്റ് ദ ബേസിക് പ്രോബ്ലം. നിങ്ങൾക്ക് കാണാം 5000 ഗുഡ്സ് കൺസൈൻഡ് ബൈ കൺസൈനി അല്ലേ ആക്ച്വലി ഇവിടെ, ഇറ്റ്സ് കൺസൈനർ. കൺസൈൻഡ് ബൈ 5000 ഗുഡ്സ് കൺസൈൻഡ് ബൈ കൺസൈനർ ഫോർ 18,75,000. കൺസൈനർ ടു കൺസൈനി എന്നാണ് ആക്ച്വലി, ആ 2 എഴുതാൻ മറന്നു ഏതായിരിക്കും. 5000 ഗുഡ്സ് കൺസൈൻഡ് ബൈ കൺസൈനർ ഫോർ 18,75,000. അപ്പോൾ ഗുഡ്സ് സെൻഡ് ചെയ്തതിൻ്റെ കോസ്റ്റ് എത്രയാണ്? 18,75,000 ടോട്ടൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സെൻഡ്. ഓക്കെ, നൗ ലോസ് ബൈ ഫയർ 500 units. അപ്പോൾ വരുന്ന വഴിക്ക് എന്തോ ഫയർ കാരണം 500 units എത്തുന്നതിന് മുമ്പ് തന്നെ എന്തായി പോയി അതായത് കൺസൈനിക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഇറ്റ് ഹാസ് ബീൻ ലോസ്റ്റ്. കൺസൈനേഴ്സ് എക്സ്പെൻസ് അമൗണ്ട്സ് ടു 57,500. കൺസൈനർക്ക് എത്ര എക്സ്പെൻസ് വന്നിട്ടുണ്ട്? 57,500. അത് അവിടെ നിന്ന് കയറ്റി അയക്കാനുള്ള ലോഡിങ് ചാർജസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തിങ്സോ ഉണ്ടായിട്ടുണ്ടാവും. 57,500 അതും കൂടെ ഉണ്ടായിട്ടുണ്ട്. നൗ കാൽക്കുലേറ്റ് അബ്നോർമൽ ലോസ്. വെരി സിമ്പിൾ ഫോർ അസ്. നമുക്കിത് വളരെ ഈസി അല്ലേ? എത്ര ഉണ്ടായിരുന്നു ശരിക്കും? ടോട്ടൽ കോസ്റ്റ് എത്ര വന്നിട്ടുണ്ട്? 18,75,000 അല്ലെങ്കിൽ ഉണ്ടാക്കാനൊക്കെ ഉള്ള കോസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് അവിടെ നിന്ന് കയറ്റി അയക്കാനുള്ള ഫ്രൈറ്റോ അല്ലെങ്കിൽ ലോഡിങ് ചാർജും തിങ്സോ ഒക്കെ കൺസൈനർക്ക് എത്ര വന്നു? 57,500. ഓക്കെ ആണല്ലോ? ഇതാണ് വാല്യൂ, പ്രൈസ്. എത്ര ഗുഡ്സ് അയച്ചിട്ടുണ്ട്? 5,000. സോ ഡിവൈഡ് ബൈ 5,000 ചെയ്താൽ ഒരൊറ്റ പ്രോഡക്റ്റിന് എത്ര കിട്ടും? ഇത്രയും എമൗണ്ട് ഡിവൈഡഡ് ബൈ നമ്മുടെ പ്രോഡക്റ്റ് എത്രയാണെന്ന് വെച്ചാൽ ഓരോ പ്രോഡക്റ്റിന് എത്ര. നേരത്തെ മാംഗോൻ്റെ എക്സാമ്പിൾ ഓരോന്നിന് എത്ര കിട്ടും? എത്ര ലോസ്റ്റ് ആയിട്ട് നമുക്ക് 500 ലോസ് ആയിട്ടുണ്ട്. ഇൻറ്റു 500 ചെയ്താൽ അബ്നോർമൽ ലോസിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും 1,93,250. ഇത് നിങ്ങൾക്ക് ലൈഫിൽ ശരിക്കും ഉപകാരമുള്ള സംഭവമാണ്. കാരണം നമ്മൾ എന്തെങ്കിലും ലോസ് വന്നോ എന്നുള്ളത് വി ക്യാൻ യൂസ് ദിസ് ഫോർമുല. ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫോർമുല. ഞാൻ നേരത്തെ പറഞ്ഞു തന്ന പോലെ കേസ് എത്ര പൈസ നമ്മുടെ കയ്യിൽ നിന്ന് പോയി എന്നുള്ളത് ആലോചിക്കാൻ പറ്റിയ എക്സാമ്പിളാണിത്. അപ്പോൾ ഇത് കാണാതെ പഠിച്ചു വെക്കരുത്. കാരണം ഞാൻ അധികം കാറ്റ് ആൻഡ് ഫൗണ്ടേഷൻ സ്റ്റുഡൻസ് കാണാതെ ഫോർമുല പഠിച്ചു വെക്കും. കൺസൈനർ എക്സ്പെൻസ് ആഡ് ചെയ്യുക ഡിവൈഡ് ബൈ ഗുഡ് ക്വാണ്ടിറ്റി ഓർ അതർ ക്വാണ്ടിറ്റി എന്നൊക്കെ പറഞ്ഞു. നോ, അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ്.
ഫോമുല നിങ്ങൾ എഴുതി വെക്കണമെന്ന് എവിടെ ഒരു റൂളും ഇല്ല. ഫോമുല എഴുതി വെക്കണമെന്ന് ഇങ്ങനത്തെ കേസിലൊക്കെ ഫോമുല എഴുതി വെക്കണമെന്ന് ഒരു റൂളില്ല. അത് മാത്തമാറ്റിക്സ് ഒന്നുമല്ല ഫോമുല എഴുതി വെക്കാൻ. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ്. ഇത്ര ക്യാഷ് വന്നു ഡിവൈഡ് ബൈ യൂണിറ്റ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നിന് എത്ര എന്ന് കിട്ടും, ഇൻ ടു എത്ര ലോസ്റ്റ് ആയി എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എത്ര കിട്ടി, 1,93,250 അബ്നോർമൽ ലോസിന് നമ്മൾ പ്രോബ്ലം കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ നമ്മൾ വർക്കിംഗ് നോട്ടായിട്ട് ഒറിജിനൽ പ്രോബ്ലത്തിൽ ചെയ്യാനുള്ളതാണ്. 1 മാർക്കിനും 2 മാർക്സിനും 3 മാർക്സിനും ഒക്കെ ഇത് ചോദിക്കാം. അതുകൊണ്ടാണ് ഇത് വേറെ തന്നെ പ്രോബ്ലം ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് എന്താ പഠിക്കാനുള്ള ലാസ്റ്റ് തിങ് ആണ്. നമുക്കിതിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ള ദ ലാസ്റ്റ് തിങ് ഇസ് സ്റ്റോക്ക് ഓൺ കൺസൈൻമെൻറ്റ് ഓർ ഇൻ ഫാക്ട് ദ ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്കിലും വി ഹാവ് അഡ്ജസ്റ്റ്മെൻറ്റ്. അപ്പോൾ ബൈ ദ വേ വാട്ട് ഈസ് എ ക്ലോസിംഗ് സ്റ്റോക്ക്? എന്താണ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ളതാണോ? നോ, നമ്മളെല്ലാം ഉണ്ടാക്കി റെഡിയാക്കി വെച്ച്, അതായത് സെല്ല് ചെയ്യാൻ നമ്മൾ റെഡിയാക്കി വെച്ചതാണ്. ബട്ട് എന്തോ കാരണം കൊണ്ട് നമുക്ക് ഇത് സെല്ല് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇത് നമ്മുടെ ഗോഡൗണിൽ കിടക്കുന്നുണ്ടാവും. അതിനാണ് നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക്. യൂഷ്വലി സ്റ്റോക്ക് ആരും പിന്നെ വാങ്ങിയില്ലെങ്കിൽ കൺസൈനിക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ കൺസൈനർക്ക് തിരിച്ചയച്ചു കൊടുക്കുക. ഓക്കെ, ഒന്നും സംഭവിച്ചില്ലേ കൺസൈനർക്ക് എന്ത് ചെയ്യാം, ഇത് നേരെ തിരിച്ചയച്ചു കൊടുക്കാൻ പറ്റും. ബിക്കോസ് കൺസൈനി ഏറ്റെടുക്കേണ്ട ഒരു ആവശ്യമില്ല. ബിക്കോസ് ഹീ ഈസ് നോട്ട് ദി ഓണർ, നൈദർ ഹീ ഈസ് എ പാർട്ട്ണർ, ഹീ ഈസ് ജസ്റ്റ് ആൻ ഏജൻറ്റ്. ഏജൻറ്റിൻ്റെ പണി എന്താ, കിട്ടിയത് വിൽക്കാൻ പറ്റിയില്ലെങ്കിൽ അത് എടുത്തുകൊണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ കാൽക്കുലേഷൻ നോക്കാം. കാൽക്കുലേഷൻ ചെയ്തിട്ട് നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം കാൽക്കുലേഷനിൽ നേരത്തെ പഠിച്ച പോലെ തന്നെ വി ഹാവ് സംതിങ് ഇൻ ദ കാൽക്കുലേഷൻ. അപ്പോൾ നമുക്ക് നോക്കാം കാൽക്കുലേഷനിൽ ടോട്ടൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് എമൗണ്ടിന് എക്സ് ഇട്ടിട്ടുണ്ട്. ടോട്ടൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് എന്താ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞല്ലോ. എത്ര സെൻഡ് ചെയ്തിട്ട് അത് എത്ര ടോട്ടൽ കോസ്റ്റ് ഫോർ ദി കൺസൈനർ ആയിട്ടുണ്ട്. ആഡ് കൺസൈനേഴ്സ് എക്സ്പെൻസ്, നമ്മൾ നേരത്തെ പറഞ്ഞു കൺസൈനർക്ക് എന്തൊക്കെ എക്സ്പെൻസ് ഉണ്ടാവുന്നു. നൗ വി ഹാവ് വൺ മോർ തിങ്, കാരണം നമ്മൾ കണ്ടുപിടിക്കുന്ന ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്, അബ്നോർമൽ ലോസ് അല്ല. ആഡ് കൺസൈനീസ് നോൺ റെക്കറിംഗ് എക്സ്പെൻസ്. കൺസൈനിയുടെ നോൺ റെക്കറിംഗ്. ബൈ ദ വേ വാട്ട് ഇസ് നോൺ റെക്കറിംഗ് എക്സ്പെൻസ്? അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ദിസ് ഇസ് ഹിയർ കൺസൈനീസ് എക്സ്പെൻസസ്. കൺസൈനി ആരോ നമുക്കറിയാലോ. കൺസൈനിക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്സ്പെൻസസ് ഉണ്ടാവും. കൺസൈനിക്ക് വരാൻ ചാൻസ് ഉള്ള ഏതൊക്കെ എക്സ്പെൻസ് ഉണ്ട് നമുക്ക് ജസ്റ്റ് നോക്കാം. ഓക്കെ, ഫ്രൈറ്റ്. എന്താ ഫ്രൈറ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ലോഡിങ് അൺലോഡിങ്ങിനെ ഫ്രൈറ്റ് എന്ന് പറയാം. അത് കൺസൈനിക്ക് എന്തായിരിക്കും, അൺലോഡിങ് ആയിരിക്കും. അവിടെ നിന്ന് ലോഡ് ചെയ്ത് വിട്ടതായിരിക്കും അൺലോഡ് ചെയ്യാനുള്ളത്. ഇറ്റ്സ് ആൻ എക്സ്പെൻസ് ഫോർ ദി കൺസൈനി. ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ്. കൺസൈനി ചിലപ്പോൾ കസ്റ്റംസ് ഡ്യൂട്ടീസ് അടയ്ക്കേണ്ടി വരും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൈൻഡ് ഓഫ് ടാക്സസ് കൺസൈനി അടയ്ക്കേണ്ടി വരും. റെൻറ്റ്. എന്താ റെൻറ്റ് എന്ന് പറഞ്ഞാൽ കൺസൈനി ഈ എടുത്ത ഗുഡ്സ് ഏതെങ്കിലും ഗോഡൗണിലൊക്കെ കൊണ്ടുവച്ചാൽ അതിന് റെൻറ്റ് കൊടുക്കണം. സാലറി, അവിടെ എന്തെങ്കിലും പണിക്കാരുണ്ടെങ്കിൽ ഹിറ്റ്സ് സാലറി ഷുഡ് ബി ഗിവൻ ടു ദം. അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസ്. ഈ പ്രോഡക്റ്റ് അത്യാവശ്യം നന്നായിട്ട് എല്ലാവരും വാങ്ങാൻ വേണ്ടി അഡ്വർടൈസ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൺസൈനിയുടെ ഒരു എക്സ്പെൻസ് ആണ്. കൺസൈൻമെൻറ്റ് റിലേറ്റഡ് എന്തൊക്കെ എക്സ്പെൻസ് ചെയ്യുന്നുണ്ടോ അതൊക്കെ നമ്മൾ കൺസൈനിയുടെ എക്സ്പെൻസസ് ആണ്. ബട്ട് എന്താ നമ്മൾ നോക്കുന്നത് ഇവിടെ, നോൺ റെക്കറിങ്. വാട്ട് ഈസ് ദി മീനിങ് ഓഫ് നോൺ റെക്കറിങ്? ഇറ്റ് മീൻസ് നോൺ റിപ്പീറ്റിംഗ്. പിന്നെ റിപ്പീറ്റ് ചെയ്യാത്ത എക്സ്പെൻസ്. ഓക്കെ, ഇതിൽ നമുക്ക് ഫസ്റ്റ് കേസ് നോക്കാം. അൺലോഡിങ് ആണ് ഫ്രൈറ്റ് എന്ന് പറയുന്നത്. അൺലോഡ് ചെയ്യാൻ നമ്മൾ എപ്പോഴും അൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ പെർട്ടിക്കുലർ തിങ് വരുന്നത് അത് അപ്പം ഒരൊറ്റ ടൈം മാത്രമേ അൺലോഡ് ചെയ്യുള്ളൂ. സോ ഫ്രൈറ്റ് ഈസ് എ നോൺ റെക്കറിങ് എക്സ്പെൻസ്. ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ്. നമ്മൾ ആ പെർട്ടിക്കുലർ ഗുഡ്സ് എത്താൻ മാത്രമേ നമ്മൾ അതിൻ്റെ കസ്റ്റംസ് ഡ്യൂട്ടി മാത്രമേ അടിക്കുന്നുള്ളൂ. അതുകൊണ്ട് അതും നോൺ റെക്കറിങ് എക്സ്പെൻസ്. ബട്ട് ദി അതർ 3 ആർ റെക്കറിങ് എക്സ്പെൻസ്. എന്തുകൊണ്ട്? റെൻറ്റ് നമ്മൾ ഒരു മാസം അടച്ച് നമ്മൾ നിർത്താൻ പോകണം. നോ, നമ്മളിതിനെ മന്ത്ലി അടച്ചുകൊണ്ടിരിക്കാം. സാലറി നമ്മൾ ജസ്റ്റ് 1 മന്തോട് നിർത്താണ്. നോ, ഇറ്റ് ഷുഡ് ബി കണ്ടിന്യൂ. അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസ് നമ്മൾ ഒറ്റൊന്നിന് മാത്രം ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ നമുക്ക് ചെയ്യാണ്ടല്ലോ. അത് എഗെയിൻ ആൻഡ് എഗെയിൻ ചെയ്യുന്നുണ്ട്. ദോസ് ആർ നോട്ട് നോൺ റെക്കറിങ്, ദേ ആർ റെക്കറിങ്. നമുക്കിവിടെ എന്ത് മാത്രമേ കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ? നോൺ റെക്കറിങ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് എൻറ്റയർലി ഡിപ്പെൻഡൻറ്റ് ഓൺ ദി കൺസൈൻമെൻറ്റ്. നോൺ റെക്കറിങ് ആയതുകൊണ്ട് അത് എന്തായാലും വരും, അത് കൺസൈൻമെൻറ്റ് റിലേറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് ഏത് എക്സ്പെൻസും കൂടെ ആഡ് ചെയ്യാനുള്ളൊരു ഓഫർ ഉണ്ട് ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടുപിടിക്കുമ്പോൾ. വി ഹാവ് കൺസൈനീസ് നോൺ റെക്കറിങ് എക്സ്പെൻസ് ആസ് വെൽ മൈനസ് അബ്നോർമൽ ലോസ്. അബ്നോർമൽ ലോസ് എങ്ങനെ കണ്ടുപിടിക്കാൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞ് ഓർ ഇത് ആഡ് ആൻഡ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ടോട്ടൽ വാല്യൂ ഓഫ് ഗുഡ്സ് സെൻറ്റ്. അപ്പോൾ ഇത് തെറ്റിക്കില്ല. സ്റ്റുഡൻസ് തെറ്റിക്കുന്ന ഒരു ഏറ്റവും വലിയ എല്ലാ തെറ്റിക്കുന്ന തിങ്സും ഞാൻ പറഞ്ഞുതരാം ബിക്കോസ് ഓഫ് എക്സ്പീരിയൻസ് മാഷാഅല്ലാഹ്. ഫസ്റ്റ് എന്താ നമ്മൾ എഴുതി വെച്ചത്, ദിസ് ഇസ് ടോട്ടൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സെൻറ്റ്. കോസ്റ്റ് മാത്രം എത്ര രൂപക്ക് അത് അയച്ചു, അവിടെ എത്താൻ വേണ്ടി എത്ര വന്നു, അതിൻ്റെ കൂടെ കൺസൈനറുടെ എക്സ്പെൻസും ആഡ് ചെയ്ത് കൺസൈനറുടെ നോൺ റെക്കറിങ് എക്സ്പെൻസും ആഡ് ചെയ്ത് അബ്നോർമൽ ലോസും കൂടെ മൈനസ് ചെയ്ത് നമുക്ക് കിട്ടുന്ന ടോട്ടൽ കോസ്റ്റ് അല്ല, ദാറ്റ് ഇസ് ടോട്ടൽ വാല്യൂ ഓഫ് ഗുഡ്സ് സെൻറ്റ്. എത്രയാണ് സെൻറ്റ് ചെയ്തതിൻ്റെ റിയൽ വാല്യൂ. ഓക്കെ,
ഇനി നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടുപിടിക്കാം. നേരത്തെ അബ്നോർമൽ ലോസിനെ കണ്ടുപിടിച്ച പോലെ തന്നെ വി ഹാവ് another formula and also it has a concept and a logic. നമുക്ക് നോക്കാം. ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു ടോട്ടൽ വാല്യൂ ഓഫ് ഗുഡ്സ് സെൻഡ്, നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ടോട്ടൽ വാല്യൂ ഓഫ് ഗുഡ്സ് സെൻഡ് ഡിവൈഡഡ് ബൈ ഗുഡ് ക്വാണ്ടിറ്റി റിസീവ്ഡ് ബൈ ദ കൺസൈനി. നൗ ക്ലോസിംഗ് സ്റ്റോക്കിൽ ഗുഡ് ക്വാണ്ടിറ്റി റിസീവ്ഡ് ആണ് നമ്മൾ എടുക്കേണ്ടത്. അബ്നോർമൽ ലോസിൽ നമുക്ക് ഗുഡ് ക്വാണ്ടിറ്റി ചെയ്യുന്ന ടോട്ടൽ ക്വാണ്ടിറ്റി എത്ര സെൻഡ് ചെയ്തു എന്നുള്ളതായിരുന്നു. ഇവിടെ ഗുഡ് ക്വാണ്ടിറ്റി എത്ര കിട്ടി, കാരണം കിട്ടിയത് മാത്രമേ സെല്ല് ചെയ്യാൻ പറ്റുള്ളൂ. സെല്ല് ചെയ്യാതെ ബാക്കി എത്ര വന്ന് അതിനാണ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ? ഫുൾ ക്വാണ്ടിറ്റി ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? നോ, ഗുഡ് ക്വാണ്ടിറ്റി റിസീവ്ഡ് മാത്രമേ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇൻ ടു അൺസോൾഡ് ക്വാണ്ടിറ്റി, ഇൻറ്റു ചെയ്ത് എത്ര അൺസോൾഡ് ക്വാണ്ടിറ്റി എന്ന് കാണിച്ചാൽ റിയൽ ക്ലോസിംഗ് സ്റ്റോക്ക് എത്ര എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ? എന്തായിരുന്നു? ടോട്ടൽ വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് ഡിവൈഡ് ബൈ ഗുഡ് ക്വാണ്ടിറ്റി റിസീവ്ഡ് ബൈ ദി കൺസൈനി ഇൻറ്റു അൺസോൾഡ് ക്വാണ്ടിറ്റി. കോൺസെപ്റ്റ് എന്താ? എത്രയാണ് ടോട്ടൽ വാല്യൂ ഡിവൈഡ് ബൈ ക്വാണ്ടിറ്റി, ഗുഡ് ക്വാണ്ടിറ്റി ചെയ്താൽ ഒന്നിന് എത്ര എന്നുള്ളത് കിട്ടും. ഇൻറ്റു അൺസോൾഡ് ചെയ്താൽ ടോട്ടൽ അൺസോൾഡിൻ്റെ ക്വാണ്ടിറ്റി ഓർ ക്ലോസിംഗ് സ്റ്റോക്ക് എത്ര എന്ന് നമുക്ക് മനസ്സിലാവും. ഒരു ചെറിയ പ്രോബ്ലം കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. ലെറ്റ്സ് ട്രൈ എ പ്രോബ്ലം. നേരത്തെ സെയിം പ്രോബ്ലത്തിൻ്റെ കണ്ടിന്യൂഷൻ ആണ്. The same problem and the continuation. അപ്പോൾ നമുക്ക് നോക്കാം. 5000 goods consigned by consignee എന്നായി ഇപ്പോൾ എഴുതിയത് consigner for 18,75,000. നമ്മൾ നേരത്തെ എഴുതി വെച്ച സെയിം തിങ്. ടോട്ടൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് എത്ര? 18,75,000. ഗുഡ്സ് ലോസ് ബൈ ഫയർ 500 യൂണിറ്റ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. 500 യൂണിറ്റ്സ് ഗുഡ്സ് ലോസ്റ്റ് ആണ്. കൺസൈനേഴ്സ് എക്സ്പെൻസ് നമ്മൾ നേരത്തെ അതും എഴുതി വെച്ചിട്ടുണ്ട് 57,500. ദിസ് വാസ് അവർ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻഡ് ദ റിക്വയർമെന്റ് വാസ് ടു ഫൈൻഡ് ദി അബ്നോർമൽ ലോസ്. ഇവിടെ നമുക്ക് വി ഹാവ് ഫർദർ ഡീറ്റെയിൽസ്. ഫർദർ ആയിട്ട് തന്നിട്ടുണ്ട് കൺസൈനീസ് എക്സ്പെൻസ്. കൺസൈനിക്ക് വരാവുന്ന എക്സ്പെൻസ് ചെയ്തിട്ടുണ്ട്. കസ്റ്റംസ് ഡ്യൂട്ടി 72,000, അഡ്വർടൈസ്മെന്റ് 50,000, റെന്റ് 30,000, ഇൻഷുറൻസ് 10,000. ഇതൊക്കെ റുപ്പീസ് ആണ്. ആസ് ഇറ്റ് ഇസ് എക്സ്പെൻസ് ഇറ്റ് വോണ്ട് ബി ഷോൺ ഇൻ ക്വാണ്ടിറ്റി, റുപ്പീസ് ആയിട്ട് തന്നെയായിരിക്കും. ബട്ട് ഐ ഡിഡ് നോട്ട് റൈറ്റ് ദ റുപ്പീസ്. നൗ അൺസോൾഡ് ക്വാണ്ടിറ്റി 500 യൂണിറ്റ്സ്. സെല്ല് ചെയ്യാൻ പറ്റാത്തതും 500 യൂണിറ്റ്സ്. നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ലെറ്റ്സ് ലുക്ക് അറ്റ് ദ റിക്വയർമെന്റ്, ഫൈൻഡ് ദ വാല്യൂ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ നേരത്തെ തയ്യലിനെക്കാളും നമുക്ക് കൂടുതലായിട്ട് വി ഹാവ് ദി എക്സ്പെൻസ് ഓഫ് ദി കൺസൈനി. നമ്മളത് കൺസിഡർ ചെയ്യോ ഇല്ല എന്നുള്ളത് നമ്മൾ നോക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് എടുക്കാം. നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ട ടോട്ടൽ വാല്യൂ ഓഫ് ഗുഡ്സ് എന്ന് കണ്ടുപിടിക്കണം. സോ ലെറ്റ്സ് ടേക്ക് ടോട്ടൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് ഈസ് 18,75,000. ടോട്ടൽ കോസ്റ്റ് ഓൾറെഡി നമ്മൾ പറഞ്ഞു. ടോട്ടൽ കോസ്റ്റ് ആഡ് കൺസൈനേഴ്സ് എക്സ്പെൻസ്. കൺസൈനേഴ്സ് എവറി എക്സ്പെൻസസ് നോൺ റെക്കറിങ്, അതുകൊണ്ട് കൺസൈനർ എല്ലാ എക്സ്പെൻസും എടുക്കും നമ്മൾ 57,500. നേരത്തെ നമ്മൾ സെയിം എടുത്ത പോലെ. നൗ വി ഹാവ് ആഡ് കൺസൈനീസ് നോൺ റെക്കറിങ് എക്സ്പെൻസ്. ഈ 4 എണ്ണത്തോ 1 2 3 4 4 എക്സ്പെൻസസിൽ നമുക്ക് നോൺ റെക്കറിങ് ഏതാ? നമുക്ക് ഓരോന്ന് നോക്കാം. കസ്റ്റംസ് ഡ്യൂട്ടി 1 ടൈമേ വരുള്ളൂ. നമ്മൾ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് നമ്മൾ 1 ടൈമാണ്. സോ നമ്മൾ കസ്റ്റംസ് ഡ്യൂട്ടി എടുക്കും. അഡ്വർടൈസ്മെന്റ് 1 ടൈം ആണോ? നോ, ഇറ്റ് കണ്ടിന്യൂസ്. റെന്റ് 1 ടൈം ആണോ? നോ, ഇറ്റ് കണ്ടിന്യൂസ്. ഇൻഷുറൻസ് പ്രീമിയം നമ്മളിങ്ങനെ അടച്ചുകൊണ്ടിരിക്കുകയും ചെയ്യണം. സോ ഏത് മാത്രമേ നമ്മൾ എടുക്കുള്ളൂ? കസ്റ്റംസ് ഡ്യൂട്ടി മാത്രമേ കൺസൈനീസ് നോൺ റെക്കറിങ് എക്സ്പെൻസിൽ എടുക്കുകയുള്ളൂ. സോ കൺസൈനീസ് നോൺ റെക്കറിങ് എക്സ്പെൻസസ് 72,000. ലെസ് അബ്നോർമൽ ലോസ്. അബ്നോർമൽ ലോസ് എങ്ങനെ കണ്ടുപിടിക്കുക? നമ്മൾ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അബ്നോർമൽ ലോസ് 1,93,250 is the abnormal loss. അത് നമ്മൾ മൈനസ് ചെയ്യണം. മൈനസ് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ട് അക്കൗണ്ടൻസിയിൽ നമ്മൾ അതിനെ ബ്രാക്കറ്റിലിടും. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് 18,11,250. This is the total value of goods sent. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്തായിരുന്നു? ടോട്ടൽ വാല്യൂ ഓഫ് ഗുഡ്സ് സെൻഡ് ഡിവൈഡഡ് ബൈ ഗുഡ് ക്വാണ്ടിറ്റി റിസീവ്ഡ്. ടോട്ടൽ 5,000 അയച്ചിട്ടുണ്ട്. അതിൽ 500 ഫയർ വന്ന് പോയി. അപ്പോൾ റിയൽ ആയിട്ട് എത്ര കിട്ടിയിട്ടുള്ളൂ? 4,500 മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഓക്കെ ആണല്ലോ? ദാറ്റ് ഈസ് ഗുഡ് ക്വാണ്ടിറ്റി. ഇനി നമുക്ക് ആലോചിക്കാം, ഒരു നോർമൽ ലോസ് 200 കൂടെ പോയിട്ടുണ്ട് വിചാരിക്കാം. ഇതിൻ്റെ കൂടെ നോർമൽ ലോസ് എത്രയും കൂടെ പോയിട്ടുണ്ട്? 200 കൂടെ. സോ എന്തായിരിക്കും നമ്മുടെ എമൗണ്ട്? എത്ര ആയിരിക്കും? ഓർ ഗുഡ് ക്വാണ്ടിറ്റി എത്ര ആയിരിക്കും? 4,500 മാത്രമല്ല, ആ നോർമൽ ലോസും കൂടെ നമ്മൾ ക്വാണ്ടിറ്റിയിൽ ലെസ് ചെയ്യണം. ശ്രദ്ധിക്കേണ്ട കാര്യം, നോർമൽ ലോസ് നമ്മൾ ഇൻ റുപ്പീസ് നമ്മൾ എവിടെയും കാണിക്കില്ലെങ്കിലും ഇൻ ക്വാണ്ടിറ്റി നമ്മൾ കാണിക്കണം. ഈ പെർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ നോർമൽ ലോസ് നമ്മൾ ഇല്ല. ബട്ട് നോർമൽ ലോസ് വരികയാണെങ്കിൽ എപ്പോഴും ആലോചിക്കുക, ഐ റിപ്പീറ്റ് അഗെയിൻ, ക്വാണ്ടിറ്റിയിൽ ദർ വുഡ് ബി എ റിഡക്ഷൻ ഡ്യൂറിങ് ദ നോർമൽ ലോസ്. ബട്ട് ഇൻ റുപ്പീസിൽ നമ്മളത് കാണിക്കില്ല, കാരണം അത് എന്തായാലും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇൻ ടേംസ് ഓഫ് ക്വാണ്ടിറ്റി എന്തെങ്കിലും എടുക്കണമെന്നുണ്ടെങ്കിൽ നോർമൽ ലോസും കൂടെ കൺസിഡർ ചെയ്യണം. ഈ പെർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ ആസ് ദർ ഇസ് നോ നോർമൽ ലോസ്, നമുക്ക് വിചാരിക്കാം 5,000 സെൻഡ് ചെയ്ത് വരുന്ന വഴിക്ക് ഒരു ഫയർ ഓർ സംതിങ് ഇൻ ട്രാൻസിറ്റ് പോയി 500 പോയി. സോ ഗുഡ് ക്വാണ്ടിറ്റി എത്ര? 4,500.
ഡിവൈഡ് ബൈ 4500 ചെയ്താൽ ഒന്നിന് എത്ര കിട്ടും? എത്രയാണ് നമ്മുടെ അൺസോൾഡ് ക്വാണ്ടിറ്റി? 500. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ 500 അൺസോൾഡ് ക്വാണ്ടിറ്റി ഉണ്ട്. ഡിവൈഡ് ബൈ 4500 കിട്ടും. വണ്ണിന് എത്ര കിട്ടും? ഇൻറ്റു 500 ചെയ്താൽ ബാക്കി ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ റിയൽ വാല്യൂ എത്ര നമുക്ക് കിട്ടും? 2,01,250 or 201,250 ആണ് നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു കഴിഞ്ഞു? ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ കാൽക്കുലേഷൻ പഠിച്ചു കഴിഞ്ഞു. നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ഏതൊക്കെ എക്സ്പെൻസ് കൺസൈനിക്ക് വരുമെന്നും പഠിച്ചു കഴിഞ്ഞു. അബ്നോർമൽ ലോസും പഠിച്ചു. നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്കും പഠിച്ചു. ഇനി നമ്മുടെ കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൽ ഗുഡ്സ് സെൻഡ് എത്രയെന്നും വരുന്നുള്ളൂ. കൺസൈനർക്ക് എന്തൊക്കെ എക്സ്പെൻസ് ഉണ്ട്? സെയിം ലൈക്ക് ദ കൺസൈനി വരുന്ന എക്സ്പെൻസേ ഉള്ളൂ. ബാഡ് ഡെറ്റ് വരുന്നു. സോ അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് തന്നെ, ദാറ്റ് ഈസ് അഡ്ജസ്റ്റ്മെൻറ്റ് വഴി തന്നെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എന്ത് പഠിച്ചു കഴിഞ്ഞു? കൺസൈൻമെൻറ്റ് അക്കൗണ്ട് എന്ത് വരും നമ്മൾ ഫുള്ളായിട്ട് കവർ ചെയ്ത്. ഇനി ഒരു കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഉണ്ടാക്കാനാണ് ഇത്ര പാട്? നോ. അപ്പോൾ നമുക്ക് എല്ലാത്തിനും കോൺസെപ്റ്റ് വേണ്ടി വെറുതെ കാണാതെ അത് ഇവിടെ വരും എന്നുള്ളതല്ല, കറക്റ്റായിട്ട് പഠിച്ചു വെക്കണം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോ ഇത്ര മതി. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ പ്രോബ്ലംസ് നമുക്ക് പക്ക പഠിക്കാം. അപ്പോൾ ഈ പ്രോബ്ലംസിൽ വരാവുന്ന കമ്മീഷനെ കുറിച്ചും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമ്മൾ അബ്നോർമൽ ലോസും ക്ലോസിംഗ് സ്റ്റോക്കും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ വരാവുന്ന അത് ഒരു പ്രോബ്ലം അക്കൗണ്ട് രൂപത്തിലേക്ക് ആക്കണം എന്നുള്ളൂ, വേറെ ഒരു ഡിഫറൻസും വരാൻ പോകുന്നില്ല. സോ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൻ്റെ പ്രോബ്ലം ചെയ്യും. വിൽ സ്റ്റഡി അബൌട്ട് ദ കൺസൈനീസ് അക്കൗണ്ട് ആസ് വെൽ. അത് പഠിച്ചാൽ ചാപ്റ്റർ വുഡ് ബി ഓവർ. പിന്നെ നമുക്ക് വരാവുന്ന കുറച്ച് ലോഡിങ് ആൻഡ് പ്രോഫിറ്റിൻ്റെ ഐറ്റമാണ്. അതൊക്കെ കോൺസെപ്റ്റ് ഈസ് ദ സെയിം, ചെറിയ ഡിഫറൻസ് വരുന്നുള്ളൂ. സോ ഇത് നിങ്ങൾ കണ്ടുപഠിച്ചാൽ ഇറ്റ്സ് ഓക്കെ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം? കംപ്ലീറ്റ് ആയിട്ട് പ്രോബ്ലം ആസ് വെൽ ആസ് ദി കൺസൈനീസ് അക്കൗണ്ട് പഠിച്ചാൽ ദ ചാപ്റ്റർ വുഡ് ബി ഓവർ. സോ നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ് വരുന്നവരെ ഇത് സെറ്റാക്കി വെക്കുക. കംപ്ലീറ്റ് ആയിട്ട് എന്തൊക്കെ ഇവിടെ വരുന്നത് എപ്പോൾ ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇഫ് ഐ എം ആസ്കിങ് ക്രെഡിറ്റ് സൈഡ്, ഏത് സൈഡിലാണ് വരിക? കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ എന്തെന്ന് പറഞ്ഞിട്ട് വരും? Consignment debtors. Bad debt, if in case there is no debt commission, ഏത് സൈഡിൽ വരും? ഡെബിറ്റ് സൈഡിൽ വരും. ബാഡ് ഡെറ്റ് എന്തെന്ന് പറഞ്ഞാൽ ഡെറ്റേഴ്സ് ഓർ കൺസൈൻമെൻറ്റ് ഡെറ്റേഴ്സ്. എക്സ്പെൻസ് ഓഫ് ദി കൺസൈനി എവിടെ വരും? ഡെബിറ്റ് സൈഡ്. എക്സ്പെൻസ് ഓഫ് ദി കൺസൈനർ എവിടെ വരും? ഡെബിറ്റ് സൈഡ്. ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ നിന്ന് പറഞ്ഞു നോക്കാം. ഓക്കെ, ഐ എം ഗോയിങ് ടു ആസ്ക് യു ദ ക്വസ്റ്റ്യൻ. നിങ്ങൾ ഓട്ടോമാറ്റിക് ആയിട്ട് ആലോചിച്ചാൽ നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റുമോ? ഓക്കെ, ഐ എം ഗോയിങ് ടു ആസ്ക് ദ ക്വസ്റ്റ്യൻ. ക്യാഷ് സെയിൽസ് ഏത് സൈഡിലാണ് വരിക? നിങ്ങൾ തന്നെ പറഞ്ഞു നോക്കുക. കൺസൈനീസ് എക്സ്പെൻസ് ഏത് സൈഡിലാണ് വരിക? എന്ത് നെയിമിലാണ് വരിക എന്നും പറയണം. ക്ലോസിംഗ് സ്റ്റോക്ക് എവിടെ വരിക? നിങ്ങൾ തന്നെ പറഞ്ഞു നോക്കുക. അബ്നോർമൽ ലോസ് എവിടെ വരിക? നിങ്ങൾ തന്നെ പറഞ്ഞു നോക്കുക. ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ബാഡ് ഡെറ്റ്. ഇഫ് ദർ ഇസ് ഡെൽക്കട കമ്മീഷൻ, ബാഡ് ഡെറ്റ് ഡെൽക്കട കമ്മീഷൻ കൊടുത്താൽ വരുമോ? ഇല്ല, ഡെറ്റസും വരില്ല, ബാഡ് ഡെറ്റ് വരില്ല. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ ഞാൻ ഈ ചോദിച്ചതിനൊക്കെ ആൻസർ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അത്യാവശ്യം കോൺസെപ്റ്റ് കിട്ടി എന്നുള്ളതാണ്. ആൻഡ് ഫോമുല കാണാതെ പഠിക്കരുത്. ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ അബ്നോർമൽ ലോസിൻ്റെ ഫോമുല കാണാതെ പഠിക്കരുത്. അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ് ഫസ്റ്റ്, എന്നിട്ട് നമുക്കത് മനസ്സിലാക്കാം. കാരണം ഫോമുല എക്സാമിന് മറന്നു പോകും. അപ്പോൾ നമ്മൾ കോൺസെപ്റ്റ് കിട്ടിയാൽ നമുക്കൊരു ഫോമുല ആവശ്യമില്ല. എത്ര കിട്ടി എത്ര പോയി അത് എഴുതി വെച്ചാൽ ദാറ്റ്സ് ഇറ്റ്, കഴിഞ്ഞു. സോ നെക്സ്റ്റ് ക്ലാസ് വരെ സ്റ്റഡി വെൽ.